പാർട്ടിക്ക് അതീതനായിട്ട് ആരുമില്ല. ഞാൻ എല്ലാ കാലത്തും ഒരു പാർട്ടിയുടെ ഏകദേശം ഒരു വളണ്ടിയർ പോലെയാണ്. അപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക നില ആ തരത്തിൽ തകരാറുള്ളതല്ല. എല്ലാം നല്ല മറുപടി ആയിരിക്കുമല്ലോ, പക്ഷെ ഒന്നും നടക്കില്ലല്ലോ. പ്ലാന്റേഷൻ സ്വാഭാവികമാക്കും ഞങ്ങളൊരിക്കലും പറഞ്ഞിട്ടില്ല. ഇത് ഞങ്ങളെ പെടലിക്ക് ജനതയ്ക്ക് ചാർത്തി തരാറുണ്ട്. സുരേഷ് ഗോപിയുടെ വിജയസാധ്യത എന്ന് പറയുന്നത് ഈ വോട്ട് ചോർച്ചയുടെ ഭാഗമായി സംഭവിച്ചതാണല്ലോ. കേരളത്തിലെ UDF എന്ന് പറഞ്ഞാൽ ഇന്ന് ആരാ? യഥാർത്ഥത്തിൽ അത് ലീഗിൻ്റെ ശക്തിയാണ്. അല്ല, ഇന്ത്യ എന്നതൊരു മുന്നണിയായിട്ട് ഞങ്ങൾ കാണുന്നില്ല. നേരത്തെ തന്നെ രാജ്യത്തിനൊരു നിലപാടുണ്ട്. ആ നിലപാടിനോടൊപ്പമാണ് CPI. നമുക്ക് മുല്ലപ്പെരിയാർ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്ന പോലെ തന്നെ അവിടെയും മുല്ലപ്പെരിയാർ ഒരു പ്രശ്നമാണ്. അർജന്റീനയും മെസ്സിയെയും കൊണ്ടുവരാൻ നല്ല ശ്രമം നടക്കുന്നുണ്ട്. ക്യാബിനറ്റ് റീഷഫിൾ ഉണ്ടെന്നാണ് വാർത്തകൾ. CM ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഇത് കേന്ദ്ര ക്യാബിനറ്റാണ്. സർ, എല്ലാവരും ഈ മാറ്റം പ്രതീക്ഷിക്കുന്ന സമയത്ത് ഒരു തുടർഭരണം കിട്ടി. അപ്പം അതിലൊരു അവസാനത്തെ ഇയറിലാണ്. ഈ അവസാനത്തെ വർഷത്തിൽ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇലക്ഷന് മുമ്പ്? ഇലക്ഷന് മുൻപ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മുടെ പ്രകടന പത്രികയിൽ ബാക്കി നിൽക്കുന്ന കാര്യങ്ങൾ ചെറുതുണ്ടാവും. ഇത് ഈ 4 വർഷം പൂർത്തിയാക്കുമ്പോൾ പ്രത്യേകമായിട്ട് എടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ മുഴുവൻ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഗൗരവമായിട്ട് നടത്തുക എന്നുള്ളതാണ്. അത് സാധിക്കുമെന്നാണ് തോന്നുന്നത്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം. പ്രധാനമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ടോ? അല്ല, അതിപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല. കാരണം 4 വർഷം പൂർത്തിയാകുമ്പോൾ പ്രകടന പത്രികയിൽ ഏതൊക്കെ ഇനങ്ങളാണ് ബാക്കി നിൽക്കുന്നതെന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ട് എടുത്തു കഴിഞ്ഞു. അതിൻ്റെ അടയാളപ്പെടുത്തിപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ അത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നത് നമ്മൾ ഈ വർഷമാണല്ലോ പ്രഖ്യാപിക്കാൻ പോകുന്നത്. നമ്മുടെ ഒരു വലിയ നാഴികക്കല്ലായിരിക്കുമല്ലോ ആദ്യമായിട്ടൊരു സംസ്ഥാനം അങ്ങനെ പ്രഖ്യാപിക്കുന്നു. അത് ഏത് സ്റ്റേജിലേക്ക് എത്തി എന്ന് പറയാം? ഇപ്പോൾ അത് 80% കടന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇനിയുള്ളത് നമ്മുടെ വീടുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. വീട് വേണ്ടവർക്ക് വീട് നിർമ്മിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് സ്ഥലത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കാണുന്നത്. ഓരോ പഞ്ചായത്തിലും അല്ലെങ്കിൽ തദ്ദേശഭരണ സ്ഥാപന അതിർത്തിയിലും വളരെ കുറച്ച് വീടുകൾ മാത്രമേ വരൂ. അങ്ങനത്തെ അത്തരം പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് പരിഹരിച്ച് നവംബർ 1 പൂർണ്ണമായും തന്നെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് കാണുന്നത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. ഇന്ത്യയിൽ ആദ്യത്തേതായിരിക്കും. ഇന്ത്യയിൽ മറ്റുള്ളിടത്തൊന്നും അങ്ങനെ ഒരു ആലോചനയില്ലല്ലോ. അങ്ങനെ ആലോചിക്കാൻ കഴിയില്ലല്ലോ. അതുപോലെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സംഭവമാണ് ഈ നാഷണൽ ഹൈവേയുടെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം ഇപ്പോഴും ഉണ്ട്. എന്താണ് ഒരു അസസ്മെൻറ്റ്, എങ്ങനെയാണ് ചെയ്യുന്നത്? നാഷണൽ ഹൈവേ നല്ല നിലയിൽ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ചില ഭാഗങ്ങൾ ഇപ്പം തന്നെ ആ റോഡിലൂടെ പോകാൻ പറ്റുന്ന അവസ്ഥയുണ്ട്. നല്ല തോതിൽ പണി പൂർത്തിയായി. അപ്പോൾ കാസർഗോഡ് അങ്ങേയറ്റത്ത് തലപ്പാടി മുതൽ ചെങ്ങള വരെയുള്ള ഭാഗം പൂർണ്ണമായി കഴിഞ്ഞു. അപ്പോൾ ഈ ഡിസംബറോടുകൂടി നല്ല നിലയിൽ നമുക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് കാണുന്നത്. പൂർണ്ണമല്ല, നല്ല നിലയിൽ കാര്യങ്ങൾ എത്തിക്കാൻ പറ്റും. പക്ഷേ ഒരാഴ്ച മുൻപ് ഒരു റിവ്യൂ മീറ്റിംഗ് വെച്ചിരുന്നു. അന്ന് ചില കാരണങ്ങളാൽ മാറ്റിവെക്കേണ്ടി വന്നു. ഏതായാലും അടുത്ത് തന്നെ ആ യോഗം ചേർന്നിട്ട് റിവ്യൂ ചെയ്യുന്നതാണ് എത്രത്തോളം കാര്യങ്ങൾ എത്തുമെന്നുള്ളത്. പക്ഷേ ഒരാശങ്കയുണ്ടാകേണ്ടതില്ല. നല്ല നിലക്ക് പണി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കാണുന്നത്. ഇന്നലെ മലപ്പുറത്ത് ഈ നാഷണൽ ഹൈവേയുടെ ഒരു ഭാഗം കുറച്ച് ഇടിഞ്ഞു വീണ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഈ നിർമ്മാണത്തിലെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും നമ്മൾ അവരുമായിട്ട് ചർച്ചയോ അങ്ങനെ എന്തെങ്കിലും? അതിൻ്റെ പ്രശ്നങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്യാനിരിക്കുകയാണ് എന്താണെന്നുള്ളത്. അതുമാത്രമല്ല, ചിലയിടത്ത് ഈ മണ്ണെടുത്ത സ്ഥലം വരും. ആ മണ്ണെടുത്ത സ്ഥലത്ത് തൽക്കാലം നമ്മളവിടെ ഏതെങ്കിലും തരത്തിൽ ഇടിച്ചിൽ തടയുന്നതിന് വേണ്ടിയൊരു പ്രയോഗം നടത്തി വെച്ചാൽ അതുകൊണ്ട് തടയണമെന്നില്ല.
കാരണം ഈ വലിയ കുന്നൊക്കെയാണെങ്കിൽ വല്ലാതെ മണ്ണിടിഞ്ഞു വന്നേക്കാം. അപ്പോൾ അതിനാവശ്യമായ ശാസ്ത്രീയമായ നടപടികൾ അവർ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കാസർഗോഡ് കഴിഞ്ഞ തവണ ഒരു പ്രശ്നമുണ്ടായി. വലിയ ആളപായമൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വല്ലാത്തൊരു കുന്നാണത്. അവിടെ ഇങ്ങനെ ഇടിച്ചൽ വന്നപ്പോൾ അത് കലക്ടറോട് പറഞ്ഞിട്ട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ കുറച്ചുകൂടി സ്ഥലം എടുത്തിട്ട് അതിന് പറ്റിയൊരു അന്തരീക്ഷം ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നാഷണൽ ഹൈവേ അത്തരം കാര്യങ്ങൾ സഹകരിക്കാൻ തയ്യാറാണെന്നുള്ളത് തന്നെയാണ് സമീപനം. അതുപോലെ തന്നെ വൻകിട പ്രോജക്റ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സർക്കാർ ഇൻക്ലൂഡിങ് വിഴിഞ്ഞം പോലുള്ള പല വൻകിട പ്രോജക്റ്റ് നമ്മൾ നടപ്പാക്കി. CMന്റെ CM ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത പ്രോജക്റ്റ് ഏതായിരിക്കും തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞാൽ? അല്ല, വിഴിഞ്ഞം ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മാത്രം വലിയ പ്രോജക്റ്റ് അല്ലല്ലോ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രോജക്റ്റാണല്ലോ അത്. സാധാരണഗതിയിൽ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ചില അഭിപ്രായ ഭിന്നതകൾ ഞങ്ങൾക്ക് LDF എന്ന നിലക്കുണ്ടായിരുന്നു. പക്ഷേ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ചിന്തിച്ച കാര്യം ആ പദ്ധതിയുടെ പൂർത്തീകരണം അതിലേക്ക് കടക്കുക എന്നുള്ളതാണ്. കാരണം ആദ്യത്തെ തർക്കം ഉന്നയിച്ച് നിന്നാൽ ഈ കരാറുകളൊക്കെ വന്നു കഴിഞ്ഞതാണ്. അപ്പോൾ അത് പദ്ധതി വല്ലാതെ താമസിപ്പിക്കുന്നതിനിടയാക്കും. നിയമപരമായി കുരുക്കും മറ്റ് കേസും അതിൻ്റെ ദശാബ്ദങ്ങൾ തന്നെ എടുത്തുനിന്ന് വരും. അപ്പോൾ പെട്ടെന്ന് പദ്ധതി നടപ്പാക്കുക എന്നുള്ള നിലയെടുത്തു. നടപ്പാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ച് അങ്ങനെ വന്നപ്പോഴാണ് അത് നടപ്പാകേണ്ടതില്ല എന്ന മട്ടിലും ചില ഇടപെടലുകൾ വന്നത്. ഏതായാലും നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞു. അത് നല്ല രീതിയിൽ എല്ലാവരും സഹകരിച്ചു എന്നുള്ളത് തന്നെയാണ്. അതിൽ അവരും നല്ല നിലക്ക് സംസ്ഥാനമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതിൽ ഏറിയ പങ്കും പണവും ചെലവഴിക്കേണ്ടി വന്നത് സംസ്ഥാന സർക്കാരിനാണ്. ഇപ്പോഴത്തെ നിലയിൽ കേന്ദ്ര ഗവൺമെൻറ് VGF ആയിട്ട് തന്ന തുക അതിന് വലിയ തുക തിരിച്ചു വാങ്ങുന്ന തരത്തിലുള്ള കടമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ VGF എന്ന് പറയുന്നത് ഇന്ത്യയിൽ എല്ലായിടത്തും ഇതേവരെ ഗ്രാൻഡാണ്, എവിടെ. പക്ഷേ ഈ കാര്യത്തിൽ ഗ്രാൻഡല്ല, നിങ്ങൾക്ക് കടമാണ്, അതിങ്ങനെ തിരിച്ചു തരണം എന്ന് പറയുമ്പോൾ അത് വലിയ എത്രയോ ഇരട്ടി തിരിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുക. അങ്ങനെ ഒരു വ്യവസ്ഥയോടുകൂടിയാണ് നമ്മളേതായാലും അത് VGF സ്വീകരിക്കേണ്ടി ചെയ്തു. കാരണം നമ്മളെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് ഇപ്പോൾ തൽക്കാലം ആ പണം കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്നുള്ള നില തന്നെയാണ് എടുത്തത്. പക്ഷേ ശരിയല്ലാത്ത വ്യവസ്ഥയാണ് അതിന് വെച്ചതെന്ന് അന്നേരവും പറഞ്ഞു, അതിപ്പോഴും പറയുന്നുണ്ട്. ഏതായാലും നമ്മൾ കാണേണ്ടത് പദ്ധതി യാഥാർത്ഥ്യമായതോടുകൂടി വലിയ വികസന സാധ്യതയാണ് കേരളത്തിൻ്റെ മുന്നിലുള്ളത്. അതിന് നമുക്ക് ആ ഔട്ടർ റിംഗ് റോഡൊന്ന് പൂർത്തിയാക്കാൻ കഴിയണം. ആ റെയിൽ കണക്ടിവിറ്റി പൂർണ്ണമാകേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം വരുമ്പോൾ വലിയ സാധ്യത നമ്മുടെ സംസ്ഥാനത്തിന് മുന്നിൽ തുറന്നു കിട്ടും. ഇതാണ് കാണുന്നത്. അതിനകത്ത് തന്നെ CM പറഞ്ഞത് ഈ കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഈ കഴിഞ്ഞൊരു ഈ സർക്കാരിൻ്റെ കാലത്ത് സെൻട്രൽ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് സാമ്പത്തികമായിട്ട് നമ്മൾ ശരിക്കും ഞെരുക്കുകയായിരുന്നു. അപ്പം അതും കൂടെ വെച്ച് നോക്കുമ്പം ഇതെങ്ങനെ തരണം ചെയ്യാൻ സാധിച്ചിട്ട് ഒരു പ്രത്യേകിച്ച് വലിയ കേടുപാട് ഇല്ലാതെ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരു അതിൽ സെൻട്രൽ ഗവൺമെൻറ് ആണല്ലോ, സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇത് രണ്ടു കൂട്ടരും കാണേണ്ടത് രണ്ടു കൂട്ടരും കൂടി ചേർന്നുകൊണ്ടാണ് രാജ്യത്തിൻ്റെ പുരോഗതി. രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഒഴിവാക്കിക്കൊണ്ടല്ല വേണ്ടത്. എല്ലാ പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്നതാണല്ലോ നമ്മുടെ രാജ്യം. ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കേണ്ട സമീപനം. പക്ഷേ നിർഭാഗ്യവശാൽ ആ സമീപനമല്ല കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നേരെ വല്ലാത്ത ഒരു പ്രത്യേക എന്തോ ഒരു പകയോടെയുള്ള സമീപനമെന്ന് തോന്നുമാറുള്ള സമീപനം വന്നത്. അതിനോടാണ് ഞങ്ങൾക്ക് വിയോജിപ്പുള്ള കാര്യങ്ങൾ ആ ഘട്ടത്തിൽ പറയും. പക്ഷേ വിയോജിപ്പുള്ളത് കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ബന്ധപ്പെടാതിരിക്കാൻ പറ്റില്ല. പിന്നെയും ബന്ധപ്പെടണം. വിയോജിപ്പുള്ളത് അപ്പോൾ പറയുക, ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെയും ബന്ധപ്പെടുക. ആ ബന്ധപ്പെടലിൻ്റെ ഭാഗമായി കാര്യങ്ങൾ ലഭിക്കുമെങ്കിൽ അതിനു വേണ്ടിയുള്ള ശ്രമം തുടരുക. ഈ നേരത്തെ വിയോജിപ്പുള്ള കാര്യത്തിൽ തന്നെ അതിനു വേണ്ടി വീണ്ടും അവരെ സമീപിച്ച് ശ്രമിക്കുക. ഇങ്ങനെയൊക്കെയുള്ളൊരു സമീപനമാണ് ഗവൺമെൻറ് തുടരുന്നത്, സംസ്ഥാന ഗവൺമെൻറ് തുടരുന്നത്.
ഞങ്ങളായിട്ട് വിരോധപരമായൊരു സമീപനം സ്വീകരിക്കുന്നില്ല. ഞങ്ങൾ സഹകരണത്തിൻ്റെതായ സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത്. പക്ഷേ പല കാര്യങ്ങളിലും നമുക്ക് അതിൻ്റേതായ ഒരു തിരിച്ചനുഭവമല്ല ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിന് അർഹതപ്പെട്ട പലതും നിഷേധിക്കുന്ന നില പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട്. അത് സാമ്പത്തിക സഹായത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, സാമ്പത്തിക രംഗത്ത് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായി. അതിപ്പോൾ ഏറെക്കുറെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യരംഗം എല്ലാവരും മെച്ചപ്പെട്ടതാണെന്ന് സമ്മതിക്കുന്നതാണല്ലോ. പക്ഷെ നമുക്ക് എയിംസ് ഇല്ലല്ലോ. എയിംസിൻ്റെ കാര്യത്തിൽ പലതവണ പ്രധാനമന്ത്രിയായിട്ടടക്കം സംസാരിച്ചതാണ്. ആ സംസാരമൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ഫീലിംഗ് ഇപ്പോൾ കിട്ടുന്നതാണ്. പക്ഷേ പിറ്റത്തെ പ്രഖ്യാപനം വരുമ്പോൾ എയിംസ് അതിലില്ല. ഇതൊരു തവണയല്ല, പലതവണ സംഭവിച്ചതാണ്. അതുകൊണ്ട് ഇനി അവരെ സമീപിക്കേണ്ടത് വെക്കാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത തവണ ആരോഗ്യമന്ത്രി നന്ദയാണല്ലോ, അദ്ദേഹത്തെ കൂടി കണ്ട് സംസാരിക്കണമെന്ന് ഉദ്ദേശിച്ച് നിൽക്കുകയാണ് ഞാൻ. അങ്ങനെ നമ്മുടെ ശ്രമം തുറന്നുകൊണ്ടേയിരിക്കുക. കാരണം സംസ്ഥാനത്തിൻ്റെ ആവശ്യമല്ലേ, അതിനുവേണ്ടി ശ്രമം തുടരണമല്ലോ. അനുവദിക്കേണ്ടത് അവരാണ്. അനുവദിക്കാതിരിക്കുന്നതിലുള്ള വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞൊന്നും വരും. ഈ പല പ്രോജക്റ്റിൽ ഈ ബ്രാൻഡിങ് വേണമെന്ന് കേന്ദ്രം ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ടല്ലോ, അത് നമുക്ക് എത്രത്തോളം സ്വീകാര്യമാണ് അങ്ങനെ ഒരു? അതെ, ബ്രാൻഡിങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പം ചില ബ്രാൻഡിങ് നമ്മൾ അവസാനം അംഗീകരിച്ചു കൊടുത്തു. അതിപ്പോൾ പിന്നെ നമ്മുടെ ഹോസ്പിറ്റലുകളുടെ കാര്യത്തിലൊരു കളറടിക്കൽ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അത് സാധാരണക്കാർക്കും മനസ്സിലാകാത്തൊരു കാര്യമാണത്. നമ്മൾ ആ ബ്രാൻഡിങ്ങിന് അവർ തരുന്ന പൈസക്ക് മാത്രമല്ലല്ലോ, നമ്മൾ സംസ്ഥാനവും പൈസ ചെലവിടുന്നുണ്ടല്ലോ. പക്ഷേ പിന്നെ അതിൻ്റെ മേലൊരു തർക്കം വേണ്ട എന്നുള്ളത് അത് അംഗീകരിച്ചു. തർക്കമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ലൈഫിൻ്റെ ഭാഗമായിട്ട് അതിൽ ഏറിയ തോതിൽ കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നത് 1500 രൂപയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനകത്ത് 2500 രൂപ അല്ല, 1,50,000 രൂപ, 2,50,000 കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. ആ ഭാഗം അവർ പറഞ്ഞത് നിങ്ങളൊരു ലോഗോ വെക്കണം. ആ ലോഗോവിൽ ഫോട്ടോ കാര്യമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് ശരിയല്ല. ഞങ്ങളിപ്പോൾ അന്ന് ഈ 4.5 ലക്ഷത്തിലധികമൊന്നും ആയിട്ടില്ല വീട്, 3 ലക്ഷത്തിലധികം തോന്നുന്നു ആയത്, 4 ലക്ഷത്തിനടുത്തെത്തുന്നു. അപ്പോൾ 3 ലക്ഷത്തിലധികം വീടിപ്പോൾ ആയിക്കഴിഞ്ഞു. അന്ന് പറഞ്ഞതാണ്. ആ വീട്ടിൽ ഒരിടത്തും ഞങ്ങൾ ഈ ഒരു ലോഗവും വെച്ചിട്ടില്ല, ആരെയും ഫോട്ടോ ഇല്ല. ആ വീട് അവരതാണ്. അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നും അതിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷെ അവർ നിർബന്ധിച്ചു നിന്നു. അവസാനം ഒരു ഘട്ടത്തിൽ അതിൻ്റെ ബന്ധപ്പെട്ട മന്ത്രിയുമായിട്ട് സംസാരിക്കാനിടയായി. അപ്പോൾ തീർത്ത് പറഞ്ഞു അത് അങ്ങനെ ഒരു കാര്യം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ സഹായം തരാൻ പറ്റില്ല എന്നൊരു, സഹായം തന്നില്ലെങ്കിൽ വേണ്ട ഞങ്ങൾ വെക്കും, ഞങ്ങൾ ഏതായാലും ഈ കാര്യം ചെയ്യില്ല എന്നിപ്പോൾ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അവരാണ് പുനരാലോചിക്കേണ്ടത്, പുനരാലോചിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു ന്യായവും അതിനില്ല. ഇതിൻ്റെ പണം ചെലവിടുന്ന കാര്യം മാത്രമല്ല, ഈ ആളുകളുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന ഒരു ബോർഡ് അതിൻ്റെ മുമ്പിൽ വെച്ച് ഇതാരോ കൊടുത്തൊരു വീടാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് സംസ്ഥാനം കാണുന്നത്. ഈ കഴിഞ്ഞൊരു 9 വർഷത്തെ കാലം എടുത്ത് നോക്കിയാൽ വേറെ ഒരു മുഖ്യമന്ത്രിയും ഫേസ് ചെയ്യാത്ത അത്ര പ്രതിസന്ധികളെ ഫേസ് ചെയ്ത ഒരാളാണ്. ഇപ്പോൾ പ്രളയമാണെങ്കിലും, നിപ ആണെങ്കിലും, കോവിഡ് ആണെങ്കിലും, വയനാട് ദുരന്തമാണെങ്കിലും, ഇതിലൊക്കെ ആസ് ആൻ അഡ്മിനിസ്ട്രേറ്റർ ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് CMന് തോന്നിയത് ഏതാണ്? ഇത്രയും വലിയ ഒരു ലോങ് ലിസ്റ്റിൽ അല്ല, ഓരോ പ്രതിസന്ധിയല്ലേ. അതിപ്പോൾ ഓരോന്നെടുത്താലും നാടിനെ വല്ലാതെ ബാധിക്കുന്നതാണല്ലോ. ഏത് പ്രശ്നം വന്നാലും, ഇപ്പോൾ ഒരു പ്രശ്നം വന്നു, ഇപ്പോൾ നിപ്പ വന്നു, അത് എത്രത്തോളം പടരുമെന്ന് നമുക്കറിയില്ലല്ലോ. അന്നേരം അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. ഇപ്പോൾ പ്രളയം നൂറ്റാണ്ടിലെ മഹാപ്രളയമല്ലേ വന്നത്, അത് കേരളത്തെ ആകെ അങ്ങ് തകർത്തടിക്കുന്ന നിലയായിരുന്നില്ലേ. അപ്പോൾ അതിൽ നമ്മൾ കരകയറുക എന്നുള്ളത് വലിയ പ്രശ്നമായിരുന്നല്ലോ. നമ്മുടെ കോവിഡ് വന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും ലോകമാകെ വല്ലാതെ വിറങ്ങലിച്ചു പോകുന്ന അവസ്ഥയല്ലേ ഉണ്ടായത്. പക്ഷെ നമുക്ക് അതിനെയൊക്കെ, കേരളത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത നാടിൻ്റെ ഐക്യവും ജനങ്ങളുടെ ഒരുമയും ഒക്കെയാണ്. അതിനെ ഒന്നിച്ച് നിർത്തണമെന്ന് മാത്രമേ ഉള്ളൂ. അത് എനിക്ക് തോന്നുന്നത് അതിന് ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. ജനങ്ങളും നാടും ഒരേ മനസ്സോടെ അണിനിരന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കതിനെ അതിജീവിക്കാൻ കഴിഞ്ഞത്.
ആര് സഹായിച്ചില്ല എന്നുള്ളതൊന്നും നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നമായിട്ടേ വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഉണ്ടായ നേട്ടം ലോകം തന്നെ നമ്മുടെ നാടിനെ നോക്കി അത്ഭുതപ്പെടുകയാണ്. എങ്ങനെയാണ് ഇങ്ങനെ അതിജീവിച്ച് വന്നത്? കാരണം സഹായിക്കേണ്ടവർ സഹായിക്കുന്നില്ല. സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നവരോടടക്കം ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും നമ്മൾ തകർന്നു പോയില്ലല്ലോ. അതാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ നാടിന് ആ കരുത്തുണ്ട്. ആ കരുത്ത് അതേ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ സഹായമെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നുകൊണ്ടാണ് ക്യാപ്റ്റനായിട്ടിരിക്കുന്നില്ല. സീമിനെ പറ്റി പൊതുവെ പറയുന്ന ഒരു ഏത് പ്രതിസന്ധി, ഏത് ക്രൈസിസ് വരുമ്പോഴും അതിലൊരു ഓപ്പർച്യൂണിറ്റി കാണുന്ന ഒരാളാണെന്ന് പറയാറുണ്ട്. അതങ്ങനെ തന്നെയാണോ? അതൊക്കെ ആളുകൾ തീരുമാനിക്കേണ്ടതല്ലേ. സീമൻ, ദേശീയപാത വികസനത്തോട് ചേർത്ത് ചോദിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ റെയിൽവേയിൽ വരുമാനം എത്തിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. പക്ഷേ അർഹമായ ഒരു സർവീസോ അല്ലെങ്കിൽ നല്ലൊരു ട്രെയിന് പോലും നമുക്ക് അനുവദിക്കാറില്ല എന്നുള്ളത് വേറൊരു വശം. അപ്പോൾ ദേശീയപാത വികസനത്തോട് അതിനോടൊപ്പം റെയിൽവേ വികസനത്തിനായിട്ട് സർക്കാരിൻ്റേതായിട്ട് എന്തെങ്കിലും? റെയിൽവേ വികസനത്തിൽ ഒരു പ്രപ്പോസൽ കൊടുത്തതാണല്ലോ. ആ പ്രപ്പോസൽ പിന്നെ അംഗീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് വിഷമമുണ്ടെന്നുള്ളൊരു നില വന്നു. അങ്ങനെ വന്നപ്പോൾ പിന്നെ സാധാരണഗതിയിൽ ന്യായമൊന്നും അതിനില്ല. കാരണം എല്ലാ സ്ഥലത്തും കൂടുതൽ സ്പീഡിൽ റെയിൽ ഓടുന്നുണ്ട്. നമ്മളും അത്തരമൊരു റെയിലാണ് ഈ കെ റെയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. സാധാരണഗതിയിൽ ഇന്ത്യ ഗവൺമെൻറ് പറയുന്ന വർത്തമാനങ്ങളൊക്കെ കേട്ടാൽ അതിന് അംഗീകാരം തരേണ്ടതാണ്. പക്ഷേ ഇവിടെ ചിലർ അതിനെ എതിർത്തപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുന്ന അവസ്ഥയാണ് കേന്ദ്ര ഗവൺമെൻറ് കാണിച്ചത്. പിന്നെ മനസ്സിലായി അത് തുടരാൻ പറ്റില്ല, അവിടെ നിൽക്കട്ടെ എന്ന് വെച്ചു. അങ്ങനെ അവിടെ തൽക്കാലം അവിടെ നിർത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഇ ശ്രീധരൻ ഒരു പ്രപ്പോസലുമായിട്ട് വന്നു. ആ പ്രപ്പോസൽ ഇത് നടപ്പാക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മളെ പ്രപ്പോസലിൽ ചില വ്യത്യാസങ്ങൾ അതിനുണ്ട്. പക്ഷേ റെയിലല്ലേ, ഇത് ഈ പറയുന്ന തരത്തിൽ റെയിൽവേ വരട്ടെ എന്നൊരു ധാരണയാണ് നമ്മൾ നയിച്ചത്. ഒരു പ്രശ്നം അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് സമീപനം എന്തെന്നറിയണം. അപ്പോൾ കേന്ദ്രമന്ത്രിയോട് തന്നെ ആ കാര്യം ബന്ധപ്പെട്ടു. എനിക്കന്ന് പോയിട്ട് അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല. ഞങ്ങളെ ഡൽഹിയിലെ പ്രതിനിധി KV തോമസിനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അയക്കാൻ നിശ്ചയിച്ചു. അദ്ദേഹത്തെ വിളിച്ച് ഞാൻ പറഞ്ഞു, പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്, ഇങ്ങനെയൊരു പ്രശ്നം തന്നിട്ടുണ്ട്, അത് നിങ്ങളുടെ അടുത്ത് ഇദ്ദേഹം കൊണ്ടുത്തരും. അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയണം. നിങ്ങളുടെ അഭിപ്രായം അറിയാതെ പിന്നെ അതുമായിട്ട് പുറപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. അത് എത്തിച്ചു. ഒരു മറുപടി ഇപ്പോൾ ഇല്ല അതിനെപ്പറ്റി. ഈ ഒരു ഹൈ സ്പീഡ് റെയിൽ വേണം കേരളത്തിൽ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ ഈ നമ്മൾ കേരള സിൽവർ ലൈൻ നടപ്പാക്കിയ രീതിയിൽ ഒരു അവധാനതക്കുറവുണ്ട് എന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ. അല്ല, സിൽവർ ലൈൻ നടപ്പായിട്ടില്ല. അല്ല, അതിന്റെ കല്ലിടൽ മുതലുള്ള പ്രക്രിയ അതല്ലേ നമ്മുടെ നാടിൻ്റെ ഒരു പ്രശ്നം. ഇത് എന്താ നടപ്പായിട്ടുള്ളത്? നമ്മൾ സ്ഥലം എടുക്കുക എന്ന് പറയുന്നത് സാധാരണ ഒരു പദ്ധതിക്ക് സ്ഥലം എടുക്കണ്ടേ? ആ സ്ഥലം എടുത്ത് തുടങ്ങുന്നല്ലേ ഉള്ളൂ. ഇത് പദ്ധതി അംഗീകരിച്ചാലേ സ്ഥലം എടുക്കൂ. പദ്ധതി അംഗീകാരം കിട്ടുമെന്ന് കണക്കാക്കിയിട്ടാണല്ലോ പിന്നെ കല്ലിടുന്നത്. പദ്ധതിയുടെ അംഗീകാരം കിട്ടില്ല എന്ന് അന്ന് യാതൊരു തരത്തിലും കണക്കാക്കേണ്ട കാര്യമില്ല. പൂർണ്ണമായിട്ട് നടപ്പാക്കേണ്ട ഒരു പദ്ധതിയാണല്ലോ അത്. അപ്പോൾ അതിനേതെങ്കിലും തരത്തിലുള്ള തടസ്സം പറഞ്ഞിട്ടുമില്ലല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് രാഷ്ട്രീയമായിട്ട് വന്നൊരു പ്രശ്നമാണത്. ഇപ്പോൾ വേണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ വേണ്ടെന്നുള്ളത് വെച്ചാൽ നമ്മുടെ നാടിനാണ് നഷ്ടം. ഇടതുപക്ഷത്തിൻ്റെ സമയത്ത് വേണ്ട എന്നതാണോ? എന്താണെന്നറിയില്ല. ഇപ്പോൾ വേണ്ടെന്നാണ് ചിലരുടെ മനസ്സിൽ. അപ്പോൾ പിന്നെ എപ്പോഴാണ്? കാലം കടന്നു പോവില്ലേ? നമ്മുടെ ആളുകൾ അനുഭവിക്കുന്ന വിഷമങ്ങളില്ലേ? ഇപ്പോൾ റെയിൽ യാത്രക്കാർ അനുഭവിക്കുന്ന വിഷമങ്ങളില്ലേ? സാധാരണഗതിയിൽ ഒരു എക്സ്ക്ലൂസീവ് ലൈൻ ഉണ്ടാകുക, അതിലൂടെ ഫാസ്റ്റ് ട്രെയിൻ പോവുക, നല്ല രീതിയിൽ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ പറ്റുക, ഇതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ? അതിന് മാത്രമാണല്ലോ നമ്മൾ ശ്രമിച്ചത്. അത് LDFന് പ്രത്യേകം എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാനല്ലല്ലോ. ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നു എന്നതിലാണ് ഉദ്ദേശമെങ്കിൽ അത് കേന്ദ്ര സർക്കാർ നടപ്പായിക്കോട്ടെ. നമുക്ക് ലൈൻ വേണമെന്നല്ലേ ഉള്ളൂ. അതും ഞാൻ അവരോട് സംസാരിച്ചതാണ്. അത് എന്തെങ്കിലും അതിൻ്റെ അകത്ത് മറ്റു ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ നമുക്കതിന് തടസ്സമില്ല. നിങ്ങൾ നടപ്പായിക്കോ, ഞങ്ങൾ നടപ്പാക്കുമ്പോൾ ഞങ്ങളുടെ രീതിയിൽ നടപ്പാക്കും.
അതാണല്ലോ അതിൻ്റെ ഒരു ഉദ്ദേശം. അപ്പൊ അവരെന്താ പറഞ്ഞത്? കേന്ദ്രത്തിന്റെ മറുപടി എല്ലാം നല്ല മറുപടി ആയിരിക്കുമല്ലോ, പക്ഷെ ഒന്നും നടക്കില്ലല്ലോ. എന്തെങ്കിലും റീസൺ പറഞ്ഞിട്ടുണ്ടോ ഈ ഒരു റീസണും പറഞ്ഞിട്ടില്ല, ഒരു റീസണും പറഞ്ഞിട്ടില്ല. കാരണം ഈ ശ്രീധരൻ പറഞ്ഞ സമയത്ത് അശ്വിനി വൈഷ്ണവിന്റെ ഒക്കെ റെസ്പോൺസ് ഒക്കെ ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. അതെ, അതെല്ലാം നല്ല നിലക്ക് സംസാരിക്കാൻ വിദഗ്ധരാണ് അവരൊക്കെ, പക്ഷെ കാര്യം നടക്കില്ല എന്ന് മാത്രം. അശ്വിനി വൈഷ്ണവ് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണല്ലോ. പൊളിറ്റിക്സ് തന്നെയാണല്ലേ അപ്പോൾ. മാത്രം സിഎം ഈ ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് CPM ഈ GST നടപ്പാക്കിയപ്പോൾ ഇനീഷ്യലി ആദ്യം അതായത് ഇന്ന് കേരളത്തിന് ഗുണമുണ്ടാകുന്നൊരു തോന്നലുണ്ടായിരുന്നു. ഇപ്പം എന്താണ് GSTയെ കുറിച്ചും ഗ്രാൻഡ് ഇൻ എയ്ഡും GST കോമ്പൻസേഷനിലേക്ക്? അല്ല, GST ഗുണമുണ്ടാകുമെന്ന് പറഞ്ഞത് GST വരട്ടെ എന്നുള്ള ധാരണയിലല്ല. GST യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മളൊരു ഉപഭോക്തൃ സംസ്ഥാനമായതുകൊണ്ട് നമുക്ക് നല്ല മെച്ചം കിട്ടാനിടയുണ്ടെന്നാണ് നമ്മൾ കണക്കാക്കിയത്. പക്ഷെ അത്ര ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ല എന്നുള്ളത് അന്നേരം തന്നെ നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്തിന് ഇപ്പോൾ എന്താ അധികാരമുള്ളത്? യഥാർത്ഥത്തിൽ കേന്ദ്രവും സംസ്ഥാനവും അത് രണ്ടും ഭരണകേന്ദ്രങ്ങളാണല്ലോ. സംസ്ഥാനത്തിന് ഇപ്പം നികുതി ചുമത്താൻ എവിടെയെങ്കിലും അധികാരമുണ്ടോ? സംസ്ഥാനത്തിൻ്റെ വരുമാനം വല്ലാതെ തടഞ്ഞു വച്ചിരിക്കുകയല്ലേ. അപ്പോൾ സംസ്ഥാന അധികാരത്തിലുള്ള ചുരുക്കം വലിയ തോതിൽ ഇതിൻ്റെ ഭാഗമായി വന്നിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയാസം. നമുക്ക് വരുമാന മാർഗം തടഞ്ഞിരിക്കുന്നു, വലിയ തോതിലുള്ള പ്രയാസം അതിൻ്റെ ഭാഗമായി അനുഭവിക്കേണ്ടി വരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റൊട്ടേറെ പ്രശ്നങ്ങളും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. GST ആയിട്ട് ബന്ധപ്പെട്ട് അവരുടെ പരിശോധനയിലും മറ്റും വേണ്ടത്ര ഗുണകരമായ അവസ്ഥ സംസ്ഥാനങ്ങൾക്ക് വരുന്നില്ല. ചില വിഹിതങ്ങൾ ഇപ്പോഴും കട്ട് ചെയ്തു പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ വരുന്നുണ്ട്. നമ്മൾ അഡീഷണൽ റിസോഴ്സ് കിട്ടാനായിട്ട് അധിക വിഭവ സമാഹരണത്തിന് മറ്റെന്തെങ്കിലും പദ്ധതികൾ ആലോചിക്കുന്നുണ്ട്? ഇപ്പോൾ കിഫ്ബി നമ്മളന്ന് വളരെ സക്സസ്ഫുള്ളി നടപ്പിലാക്കിയതാണ് ആ രീതിയിൽ. കാരണം കേന്ദ്രം ഞെരുക്കുന്നുണ്ട്, അല്ലാതെ തന്നെ നമുക്ക് സാമ്പത്തിക ഞെരുക്കമുണ്ട്. നമ്മുടെ തനത് വരുമാനം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. തനത് നികുതി വരുമാനവും വർദ്ധിച്ചിട്ടുണ്ട്, മൊത്തം തനത് വരുമാനവും വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ആഭ്യന്തര ഉൽപ്പാദനം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൊണ്ടാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. നല്ല മാറ്റമാണ് കേരളത്തിൽ ആ രംഗത്തൊക്കെ ഉണ്ടാക്കാൻ നമുക്കായിട്ടുള്ളത്. ഇത്തരം പ്രതികൂലാവസ്ഥയൊക്കെ ബോധപൂർവം സൃഷ്ടിക്കുമ്പോഴും നമുക്ക് അതിൻ്റേതായ പ്രയാസങ്ങളില്ലാതെ ചിലവുകളൊക്കെ നിർവഹിച്ചു പോകാൻ കഴിയുന്നത് ഈ ഒരു മാറ്റം വന്നതിൻ്റെ ഭാഗമായിട്ടാണ്. നല്ല മാറ്റം ആഭ്യന്തര ഉൽപ്പാദന രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതിശീർഷ വരുമാനം നല്ല നിലക്ക് വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെല്ലാം നോക്കിയാൽ കേരളത്തിൻ്റെ ചിത്രം വളരെ നല്ലൊരു ചിത്രമാണ്. കേരളത്തിൻ്റെ പൊതുക്കടം കൂടുതലാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പൊതുവേ ഒരു ധാരണ പറയുന്നുണ്ട്. അതിലും യഥാർത്ഥത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ കടവും വരുമാനവും തമ്മിലുള്ള അനുപാതം നോക്കിയാൽ അതിൽ നല്ല കുറവ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനിയും കുറയും എന്നുള്ളതാണ് അവസ്ഥ. കോവിഡിൻ്റെ ഘട്ടത്തിൽ പിന്നെ എല്ലാവരും പ്രയാസം അനുഭവിച്ചല്ലോ. അത് ആ ഘട്ടത്തിൽ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. അതിൻ്റെ ശേഷമുള്ള അവസ്ഥ നോക്കിയാൽ നല്ലതുപോലെ ആ അനുപാതം കുറഞ്ഞു വരികയാണ്. ഇനിയും കുറയും എന്നുള്ള നിലയാണുള്ളത്. അപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക നില ആ തരത്തിൽ തകരാറുള്ളതല്ല. ഒരു സംസ്ഥാനത്തിൻ്റെ ചെലവുകൾ നിർവഹിക്കുന്നത് എങ്ങനെയാണ്? സംസ്ഥാനത്തിൻ്റെ മാത്രം വരുമാനം കൊണ്ടല്ലാലും സംസ്ഥാനത്തിൻ്റെ വരുമാനം വേണം, കേന്ദ്രം നൽകുന്ന പണമുണ്ട്, അതിനോടൊപ്പം വായ്പ എടുക്കേണ്ടതായിട്ടും വരും. ഇവിടെ സംസ്ഥാനത്തിൻ്റെ വിഹിതത്തിലൊരു കുറവുമില്ല. സംസ്ഥാനം നിർവഹിക്കേണ്ട കാര്യങ്ങൾ, സംസ്ഥാനത്തിൻ്റെ വരുമാനം ഉണ്ടാക്കുന്ന കാര്യത്തിൽ അതിൽ കുറവ് വരുന്നില്ല. അത് നല്ല നിലയാണ്. ആ നില അതേ രീതിയിൽ തുടരുമ്പോൾ മറ്റത് രണ്ടും കൃത്യമായി നടക്കുകയാണെങ്കിൽ ഒരു പ്രയാസമില്ലാതെ പോകേണ്ടതാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് നൽകേണ്ട വിഹിതത്തിൽ വല്ലാത്ത വെട്ടിക്കുറവ് വരുത്തി. അത് അർഹതപ്പെട്ട് നിഷേധിക്കുന്ന അവസ്ഥയുണ്ടായി. മാത്രമല്ല, കേന്ദ്രവും സംസ്ഥാനവും കൂടി ചെലവിടുന്ന മൊത്തം ചെലവ് വഹിക്കുന്ന ചില പദ്ധതികളുണ്ട്. ആ പദ്ധതികളുടെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് പണം കൃത്യസമയത്ത് അനുവദിക്കാത്ത സ്ഥിതിയുണ്ടായി. അതിലൊരു പിടിച്ചു വെക്കുന്ന നില വന്നു, കുറച്ച് താമസിപ്പിക്കുന്ന നില വന്നു. ചില കാര്യങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനവും ചെലവിടുന്ന കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ വിഹിതം വർദ്ധിക്കുന്ന നില വന്നു, കേന്ദ്രത്തിൻ്റെ വിഹിതം കുറയുന്ന നില വന്നു. ഇതൊക്കെ അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധിക്കുന്ന കാര്യമാണ്. പക്ഷേ മറ്റേ കാര്യത്തിൽ
ഇപ്പം ചിലവിടുന്ന നില നോക്കിയാൽ കഴിഞ്ഞ വർഷം നമ്മൾ 70% ചിലവ് സംസ്ഥാനമാണ് വഹിക്കേണ്ടി വന്നത്. ഈ വർഷം അത് 75% ആകുമെന്നാണ് പറയുന്നത്. അപ്പോൾ മൊത്തം ചിലവ്. എന്നാൽ ചില സംസ്ഥാനങ്ങൾ അങ്ങനെയല്ല, അവിടെ നല്ലതുപോലെ കേന്ദ്ര ഫണ്ട് നൽകുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ വലിയ കുറവ് നമ്മൾക്ക് നേരിടേണ്ടി വരികയാണ്. കടമെടുക്കേണ്ട കാര്യത്തിലും അതിൻ്റെ അനുമതി വല്ലാതെ തടയുന്ന നില സ്വീകരിച്ചു പോകുന്നു. ഇതിൻ്റെയൊക്കെ പ്രയാസം സംസ്ഥാനത്തിന് വഹിക്കേണ്ടി വരികയാണല്ലോ. അപ്പോൾ അത് അത്ര കണ്ട് അനുഭവപ്പെടാതിരിക്കുന്നത് നമ്മുടെ വരുമാനം വർദ്ധിച്ചതുകൊണ്ട് മാത്രമാണ്. അതാണ് ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി. ഈ സാമ്പത്തിക ഞെരുക്കം ഉള്ളപ്പോൾ തന്നെ നമ്മൾ ഈ പേ കമ്മീഷൻ നമ്മൾ മാത്രമാണ് 5 വർഷത്തിൽ ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റും പലരും 10 വർഷം കൂടുമ്പോഴാണ്. പിന്നെ അതുപോലെ ഈ റിട്ടയർമെൻറ്റ് ഏജ് കൂട്ടുന്നതും കേരളത്തിലെ ആൾക്കാർ കൂടുതൽ ജീവിക്കുന്ന സമയത്ത് ഇപ്പോഴും നമുക്ക് 56, അതൊരു 60 വയസ്സ് 58, അതൊരു പൊളിറ്റിക്കൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനം ഇതുവരെ കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് കണ്ടില്ല. അതിൽ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ പ്രായോഗികതയുടെ പ്രശ്നമാണ്. നമ്മുടെ റിട്ടയർമെൻറ്റ് സാധാരണ നിലക്ക് ആളുകൾ പിരിയുമ്പോൾ അവിടെ ജോലി ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൻ്റെ പ്രശ്നം കാണുന്നില്ലേ നിങ്ങൾ? ഒരു റാങ്ക് ലിസ്റ്റ് വന്നാൽ ആ റാങ്ക് ലിസ്റ്റിൽ ഇപ്പോൾ 100 ആളാണ് ജോലിക്ക് വേണ്ടതെങ്കിൽ അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് റാങ്ക് ലിസ്റ്റിൽ വരുന്നത്. റാങ്ക് ലിസ്റ്റിൽ ഒരാൾ വന്നാൽ അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് തൊഴിലായി എന്നാണ്, തൊഴിൽ ഉറപ്പായി എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആ ലിസ്റ്റിലുള്ള ചുരുക്കം പേർക്കല്ലേ കിട്ടും, അത്ര ആളുകൾക്കല്ലേ കിട്ടും. ബാക്കിയുള്ളവരൊക്കെ പിന്നെ വല്ലാത്ത നിരാശയിലാകുകയാണ്. അപ്പോൾ ഇവരേത് ജോലിയൊക്കെ ആക്കുന്നത്? നിങ്ങളീ പറഞ്ഞ 56കാരിയാണ്. അപ്പോൾ അങ്ങനെയൊരു വിഭാഗം നമ്മുടെ നാട്ടിൽ വലിയ തോതിൽ തൊഴിലാഗ്രഹിച്ച് നിൽക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതിലൊരു മാറ്റം വരുത്തുമ്പോൾ അത് അവരെ വല്ലാതെ പ്രതികൂലമായി ബാധിക്കും. അതാണ് അതിലേക്ക് കടക്കാതിരിക്കുന്നത്. മറ്റിപ്പോൾ 60 അതിൽ കൂടുതലോ ഒക്കെ ആയാൽ ആളെ ശേഷി കുറഞ്ഞു പോകുന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. കാരണം കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് പലയിടത്തും നല്ല പ്രായമുള്ളവർ പല ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ചു പോകുന്നുണ്ടല്ലോ. പക്ഷേ സമൂഹത്തിൻ്റെ അവസ്ഥ വെച്ച് പ്രായോഗികത വെച്ചാൽ ഇപ്പം നമുക്കത് നടപ്പാക്കാൻ പ്രയാസമുണ്ട്. തൊഴിൽ സാഹചര്യം വർദ്ധിപ്പിക്കാനാണ് നമ്മൾ നോക്കുന്നത്. നല്ല തൊഴിൽ സാഹചര്യമൊക്കെ വർദ്ധിപ്പിച്ച് നല്ല നിലക്ക് തൊഴിലൊക്കെ കൊടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഈ മാറ്റം വരുന്നതിനും പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ ആർക്കും അതിനൊരു പരാതി ഉണ്ടാവില്ല. അതിന് കുറച്ച് സമയം എടുക്കുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ ഭാവിയിൽ എങ്ങനെ ചെയ്യാനാകും പറ്റും? ഭാവിയിൽ രാജ്യത്ത് എന്തെല്ലാം നടക്കുന്നു, ലോകത്ത് എന്തൊക്കെ നടക്കുന്നു, അതിലേക്കൊക്കെ നമ്മളും പോകേണ്ടതായിട്ട് വരുമല്ലോ. ഇപ്പം നമുക്ക് പെട്ടെന്ന് കഴിയില്ല എന്ന് മാത്രം. പൊതുവെ ഈ 1ാം പിണറായി സർക്കാരിൻ്റെ അത്രയും പോരാ 2ാം പിണറായി സർക്കാർ എന്നുള്ളൊരു അഭിപ്രായം ഇടയ്ക്ക് കേൾക്കാറുണ്ട്. ആസ് എ ടീം ലീഡർ CMൻ്റെ ഒരു അസസ്മെൻ്റ് എന്താണ്? എനിക്കങ്ങനെ ഒരു തോന്നലേ ഇല്ല. കാരണം അതൊക്കെ നമ്മുടെ ആദ്യഘട്ടത്തിൽ പ്രത്യേകിച്ച് നിങ്ങളെ സുഹൃത്തുക്കൾ, മാധ്യമ സുഹൃത്തുക്കൾ ഉണ്ടാക്കിയ ഒരു പ്രതീതിയാണ്. കാരണം ചില പ്രധാനികൾ നമ്മുടെ രംഗത്തുണ്ടായിരുന്നല്ലോ. ആ പ്രധാനികൾക്ക് പകരം ആവുമോ ഈ വരുന്നവർ എന്നൊരു സംശയം സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ അനുഭവത്തിൽ എല്ലാവരും നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഞാൻ ആരുടെയും ഉദാഹരണം എടുത്ത് പറയുന്നില്ല എന്ന് മാത്രം. ഏതൊരു ആളെടുത്ത് പരിശോധിച്ചാലും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ് കാണാൻ പറ്റുക. ഒരു പ്രയാസവുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നല്ല ടീമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അടുത്തിടയ്ക്ക് കേരളം ഫേസ് ചെയ്യുന്നൊരു വലിയ ഇഷ്യൂ ആണ് ഈ മനുഷ്യ വന്യജീവി സംഘർഷം. നമുക്ക് ആഴ്ചയിൽ ഒരാൾ വെച്ചെങ്കിലും മരിക്കുന്നുണ്ട്. അത് അങ്ങോട്ട് കാട്ടിനകത്ത് പോയി മരിക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് പുറത്തു വന്നിട്ടുമുണ്ട്. അതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് സംസ്ഥാനം എന്താണ് ആലോചിക്കുന്നത്? ശാശ്വത പരിഹാരം കാണുന്ന ഒരു പ്രശ്നമാണത്. ശാശ്വത പരിഹാരത്തിന് നല്ല പണവും നമ്മൾ ചിലവിടേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിക്കുന്നുണ്ട്. പക്ഷേ ഇതേവരെ ഒരു ഫലപ്രദമായ സഹായം ഉറപ്പായിട്ടില്ല. എങ്കിലും ചില നടപടികൾ സ്വീകരിച്ചു പോകണം തന്നെയാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. അതിൻ്റെ ഭാഗമായി ഒരു ഭാഗം വന്യജീവികൾ ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള പ്രതിരോധ നടപടികളാണ്. ആ പ്രതിരോധ നടപടികൾ പലതും സംസ്ഥാനം ഇപ്പോൾ തന്നെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരു ഭാഗം വനത്തിനുള്ളിലുള്ള അവരുടെ ആവാസ വ്യവസ്ഥ അതിന് കുഴപ്പം വരാതിരിക്കുക എന്നുള്ളതാണ്. അത് കുഴപ്പമുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്, മനുഷ്യർ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്.
നമ്മുടെ എല്ലാവർക്കും ഉള്ളതാണല്ലോ ഈ ഭൂമി. അപ്പോൾ കാട്ടിനുള്ളിൽ അവർക്ക് സ്വൈര്യമായിട്ട് ജീവിക്കുന്നതിന് ആവശ്യമായ സാഹചര്യം, അവിടെ വളരുന്ന ചെടി, അവിടെ ഉള്ള മറ്റ് സസ്യങ്ങൾ, ഇതൊക്കെ അവരുടെ ഭക്ഷ്യ സാധനങ്ങൾ കൂടിയാണ്. മാത്രമല്ല അത്തരം ചെടികളും സാഹചര്യവും ഉണ്ടായാൽ അവിടെ പല ജീവികളും വളരും, മറ്റ് ജീവികൾ, അതും ഈ മൃഗങ്ങൾക്ക് ആവശ്യമുള്ളതായിരിക്കും. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഇപ്പോൾ ഈ പുൽമേടുകളൊക്കെ പലതും ഇല്ലാതായിപ്പോയി. മാത്രമല്ല അധിനിവേശ സസ്യങ്ങൾ ഇവിടെ കടന്നു വരുന്ന നിലയുണ്ടായി. ഈ അധിനിവേശ സസ്യങ്ങൾ മനുഷ്യനും വേണ്ട, മൃഗത്തിനും വേണ്ട, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. മൃഗങ്ങൾക്ക് വലിയ ആപത്തായി അത്. അപ്പോൾ അവർക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല. അത് ഈ പ്രദേശം കൈയടക്കി കളഞ്ഞു. നേരത്തെ വലിയ പുൽമേടായിട്ടൊക്കെ നിന്ന സ്ഥലം ഇപ്പോൾ അതല്ലാതെ മാറിയ നിലയുണ്ടായി. അപ്പോൾ നമ്മളിപ്പോൾ തീരുമാനിച്ചത് ആ അധിനിവേശ സസ്യങ്ങളാകെ നശിപ്പിക്കണം, അത് തുടരാൻ പാടില്ല. അതിനുള്ള ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ മൃഗങ്ങൾക്ക് ആവശ്യമായത്ര വെള്ളം അവിടെ കിട്ടണം. അതിന് ചില കുളങ്ങൾ പണ്ടേ ഉണ്ടായത് ചിലത് നശിച്ചു പോയിട്ടുണ്ട്, അത് മുഴുവൻ പുനർജീവിപ്പിക്കാൻ കണ്ടു. അതിൻ്റെ കൂടെ തന്നെ പിന്നെ പലതരത്തിലുള്ള നീരുറവകൾ അവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ പുനർജീവിപ്പിക്കാൻ വരുന്നത് പുനർജീവിപ്പിക്കുക. പുതിയ കുളങ്ങൾ പണിയുക. പുതിയ കുളങ്ങൾ പണിയുന്നതിന് പുറമെ ഈ ചില മഴവെള്ള സംഭരണികൾ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കുക. അങ്ങനെ വന്നാൽ മൃഗത്തിന് വെള്ളത്തിൻ്റെ ക്ഷാമം വല്ലാതെ അനുഭവപ്പെടില്ല. അപ്പോൾ അതിനുള്ളൊരു സൗകര്യം ഉണ്ടാക്കുക. മൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യസാധനങ്ങൾ കാട്ടിൽ തന്നെ ലഭ്യമാകുന്നതിനുള്ള അതിൻ്റേതായൊരു പൊതു രീതികളും സ്വീകരിക്കുക. ഇതെല്ലാം ഇപ്പോൾ നടപ്പായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് തോന്നുന്നത്. 3-ാം വട്ടവും ഭരണം കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണം വനം വകുപ്പായിരിക്കും എന്നുള്ളൊരു പറച്ചിലുണ്ട്. വനം വകുപ്പിൻ്റെ ഫലമായിട്ട് വരുന്ന കാര്യമല്ല ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ നയത്തിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം നമ്മുടെ ഇപ്പോൾ മനുഷ്യരുടെ ജനസംഖ്യ വല്ലാതെ നിയന്ത്രിച്ചിരിക്കുകയല്ലേ. ഇപ്പോൾ നിയന്ത്രണ വിധേയമാണല്ലോ, നല്ല നിയന്ത്രണം വന്നിട്ടുണ്ടല്ലോ. മൃഗങ്ങൾക്ക് ആ നിയന്ത്രണം ഇല്ലല്ലോ. ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ജനസംഖ്യാ നിയന്ത്രണം മൃഗങ്ങൾക്കില്ലല്ലോ. മൃഗങ്ങൾ പെരുകിയതിന് എങ്ങനെയാണ് നമുക്ക് കുറക്കാൻ പറ്റുക? നമ്മുടെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മൃഗങ്ങളെ കൊല്ലുന്നുണ്ട്, നായാട്ട് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. ഒരു തരത്തിലുള്ളൊരു നിയന്ത്രണമാണ്. ഒരു വല്ലാതെ വളരുന്നതിന്, വല്ലാതെ കൂടുന്നതിന് ഉള്ളൊരു തടസ്സമായിട്ടത് വരുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് മാത്രമാണല്ലോ ഇങ്ങനെയൊരു നിലയുള്ളത്. ഇതിനെ തൊടാൻ പാടില്ല, തൊടാനേ പാടില്ല എന്നുള്ളൊരു അവസ്ഥയുള്ളത് നമ്മുടെ രാജ്യത്ത് മാത്രമാണ്. അതുണ്ടാക്കുന്ന പ്രയാസങ്ങൾ ചെറുതല്ല. പണ്ട് ആളുകൾ പറയുന്നൊരു തമാശയുണ്ട് വീരപ്പനെ പറ്റി. വീരപ്പൻ അന്നേരം പറയുമ്പോൾ ഞാൻ ഇല്ലാതായാൽ മനസ്സിലാവും നിങ്ങൾക്ക് എൻ്റെ വില. അപ്പോൾ സിഎമ്മിന്റെ നിലപാട് ഈ വന്യമൃഗങ്ങളുടെ പോപ്പുലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവരെ ഒരു നിയന്ത്രണ വിധേയമായി. അതെ, ഒരു സമയം ഒരു ഘട്ടം അതിനനുവദിക്കണ്ടേ? അതിൽ തീരെ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അവർക്കെന്താ നിയന്ത്രണം പിന്നെയുള്ളത്? ഇതിങ്ങനെ ഇപ്പോൾ പണ്ട് കാട്ടുപന്നി എന്ന് പറയുന്നത് വളരെ അപൂർവമായി. എൻ്റെ എല്ലാം ചെറുപ്പകാലത്ത് കാട്ടുപന്നിയെ പറ്റി കേട്ടതേ ഉള്ളൂ. നമ്മളൊന്നും കാട്ടുപന്നിയെ കണ്ടിട്ടില്ല. ഇപ്പം കാട്ടുപന്നിയെ കാണാത്തവരുണ്ട് ആരെങ്കിലും കേരളത്തിൽ? കാടേ ഇല്ലാത്ത ആലപ്പുഴയിലൊന്നും കാടില്ലായിരുന്നു. അവിടെ തന്നെ പിന്നെ പന്നിയല്ലേ ധാരാളം എല്ലാ സ്ഥലത്തും. ഇത് കൃഷി മുഴുവൻ നശിപ്പിക്കുകയല്ലേ, നാട്ടിൽ മുഴുവൻ നാശം ഉണ്ടാക്കുകയല്ലേ. ഇപ്പം നമ്മളതിനെ കൊല്ലാൻ വേണ്ടി നിലപാടെടുത്തു, പഞ്ചായത്തുകൾക്ക് അധികാരം കൊടുത്തു. ഇപ്പോൾ കൊന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് എന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ പിന്നെ ഉദ്യോഗസ്ഥന്മാർ പോവുകയാണ്. അതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വല്ലാതെ അതിന് മെനക്കെണ്ടെന്നുള്ളത്. ഇതിങ്ങനെ മൃഗങ്ങളെ ഒന്ന് നിയന്ത്രിക്കുന്നതിനാവശ്യമായ ചില നടപടികൾ അത് പൊതുവിൽ വേണ്ടതാണ്. അതിന് നമ്മുടെ രാജ്യത്തെ നിയമത്തിൽ മാറ്റം വരണം. ആ മാറ്റം വരണം എന്നാണ് ഞങ്ങളിപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ സമ്മതിച്ചിട്ടില്ല, പക്ഷേ നാളെ അത് സമ്മതിക്കേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ. അതാണ് അവസ്ഥ. പോലും പറഞ്ഞിട്ടുണ്ട് മൃഗങ്ങളെ നിയന്ത്രിതമായി നായാട്ട് നടത്താം. അതെ, നമ്മൾ അങ്ങനെ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ടോ? നമ്മൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന് ഇങ്ങനെ ഒരു നില വേണമെന്നുള്ളത്.
CM ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിലപാട് മലയോര ജനതയെ സർക്കാരിനെതിരാക്കി എന്നുള്ളതൊരു സത്യമാണ്. ഈ പ്ലാന്റേഷനുകൾ വനത്തിനുള്ളിൽ പിന്നെ ഈ ഗ്രാസ് ലാൻഡ്, അതായത് പിന്നെ പുൽമേടുകൾ പ്ലാന്റേഷൻ ആക്കിയത് വനം വകുപ്പ് തന്നെയാണ് ഒരു 3 ദശാബ്ദം മുമ്പ്. അപ്പോൾ ആ നിലപാടുകളാണ് ഈ വനം നശീകരണത്തിനും അത് മൃഗങ്ങൾ പുറത്തേക്ക് വരാൻ കാരണമെന്ന് ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട്. ഇതിനൊക്കെ ഒരു കറക്ഷൻ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പറഞ്ഞതാണ് ഈ പ്ലാന്റേഷനുകളെല്ലാം സ്വാഭാവിക വനമാക്കുന്നത്. അത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. അതിൻ്റെ എന്തെങ്കിലും പ്ലാന്റേഷൻ സ്വാഭാവിക വനമാക്കുമെന്ന് ഞങ്ങളൊരിക്കലും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങളെ പടലിക്ക് ചിലതിങ്ങനെ ചാർത്തി തരാറുണ്ട്. ഞങ്ങൾ പ്ലാന്റേഷൻ നാട്ടിന് ആവശ്യമാണെന്നുള്ളത് നിലയാണ്. നമ്മളെ നാട്ടിൽ തെറ്റായൊരു ധാരണയുണ്ട്. ഈ പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ആവശ്യമില്ല, അതെടുത്തിട്ട് കുറേ ആൾക്ക് ഭൂമി ആയിട്ട് കൊടുക്കണം, പിന്നെ ഈ പറഞ്ഞ പോലെ വനമാക്കണം എന്നൊക്കെയുള്ള വനവൽക്കരണം നല്ല നിലക്ക് നമ്മുടെ നാട്ടിൽ നടന്നല്ലോ. വനവൽക്കരണം കൂടിയൊരു സംസ്ഥാനമാണ് കേരളം. നേരത്തെയുള്ള വനത്തിൻ്റെ വിസ്തൃതിയേക്കാളും കൂടുതലായിട്ടുണ്ട് കേരളത്തിൽ. പ്ലാന്റേഷൻ്റെ കാര്യം നമ്മുടെ നാടിൻ്റെ ഒരു ഭാഗം പ്ലാന്റേഷൻ തന്നെയാണ്. അത് നിലനിർത്തണം തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അത് പ്ലാന്റേഷൻ രംഗത്ത് ഇപ്പോൾ കുറേ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അവരെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ആ പ്ലാന്റേഷൻ രീതികളിൽ ചില മാറ്റങ്ങൾ വേണമെന്ന് അവർക്ക് അഭിപ്രായമുണ്ട്, ഞങ്ങൾക്കും അഭിപ്രായമുണ്ട്. പക്ഷേ നടപ്പായിട്ടില്ല അത്ര കണ്ട്. അപ്പോൾ പഴയ രീതിയിൽ തന്നെ പ്ലാന്റേഷൻ നിലനിൽക്കണം എന്ന് കാണേണ്ടതില്ല. നല്ല ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ട്. ഒരു ഭാഗം അങ്ങനെയാവാം എന്നൊരു ചിന്തയുണ്ട്. പക്ഷേ ചില പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കപ്പെടേണ്ടതുകൊണ്ട് നടപ്പായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ തന്നെ ഒരു ഭാഗം ഇതിനു വേണ്ടി ഉപയോഗിക്കാമെന്ന് കേരളം കണ്ടിട്ടുണ്ട്. അത് വേണ്ടത്ര ഫലപ്രദമായിട്ട് പ്ലാന്റേഷൻകാരും ഉപയോഗിക്കാത്ത നില ചിലയിടത്തുണ്ട്. തടസ്സമില്ല, പക്ഷേ പ്രയോഗത്തിലും അധികം വന്നിട്ടില്ല. അതാണ് അതിൻ്റെ അവസ്ഥ. ഇനി നമുക്കത് നല്ല നിലക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് പൊതുവെ ഞങ്ങൾ കാണുന്നത്. ചില പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ച് പോകണമെന്നാണ്. ഏതായാലും പ്ലാന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ച് നല്ല നിലക്ക് പ്ലാന്റേഷൻ നമ്മുടെ നാടിൻ്റെ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമാക്കി നിലനിർത്തണം തന്നെയാണ് സംസ്ഥാനം കാണുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് ഫോറസ്റ്റ് പ്ലാന്റേഷൻ. കാട്ടിനകത്തുള്ള ശരിയാണ്. കാട്ടിനകത്ത് ഇത്തരം ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതിൽ, പിന്നെ യൂക്കാലിപ്സ് പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതിൽ അതിനൊക്കെ ഫോറസ്റ്റുകാർക്ക് പങ്കുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് നമ്മുടെ നാട്ടിൽ പണ്ടേ സംഭവിച്ചു പോയതാണ്. ആ കാര്യം തിരുത്താനാണ് ഇപ്പം നമ്മൾ നടപടികളെടുക്കുന്നത്. പിന്നെ ഒരു ജനാഭിമുഖ്യ സമീപനം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് ആ നിലക്ക് തന്നെ ഞങ്ങൾ ഒരു നിലപാടെടുക്കുകയും കഴിഞ്ഞൊരു തവണ വനം മന്ത്രി വനവുമായി തൊട്ടുകിടക്കുന്ന പഞ്ചായത്തുകളിലാകെ ഒരു സന്ദർശനം നടന്ന നിലയുണ്ടായി. അത് യഥാർത്ഥത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ ആദ്യത്തെ അനുഭവമായിരുന്നു. കാരണം ജനങ്ങളെ ആകെ നേരിട്ട് ഇങ്ങനെ അടുത്ത് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുക, അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക, അതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് സമീപനം പറയുക. അങ്ങനെ വന്നപ്പോൾ അത് തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കുള്ള ഒരു വിദ്യാഭ്യാസമായി മാറിയിട്ടുണ്ടെന്നാണ് പിന്നീടുള്ള അനുഭവം. നല്ല ജനാഭിമുഖ്യത്തിലേക്ക് അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടുണ്ടാവില്ല, എന്നാലും നല്ല മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം CM കണ്ണൂരിൽ വെച്ചിട്ട് ഈ പന്നികളുടെ പുറകെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പോകണ്ട എന്ന് പറഞ്ഞു. അത് ഈ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഇടയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള. കഴിഞ്ഞ ദിവസം മാർ പാംപ്ലാനി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, ഞങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞ ആണ് ശരിയായ നിലപാട്, അദ്ദേഹത്തിനോടൊപ്പം ഞങ്ങൾ നിൽക്കും എന്ന് പറഞ്ഞു. ഒരു അവരുടെ ഈ മലയോര ജനതയുടെ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ നിലപാടിലൊരു മാറ്റം മുഖ്യമന്ത്രി ആ ഒരൊറ്റ പ്രസ്താവനയിൽ വന്നു. അല്ല, അതിൽ പന്നിയെ കൊന്നു കഴിഞ്ഞാൽ അതിൽ മണ്ണെണ്ണയാണോ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണോ നോക്കാൻ പോകേണ്ട കാര്യമില്ല. അതെന്തോ ആയിക്കോട്ടെ, കൊല്ലുക എന്നുള്ളത് ഒരാവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അതാണ് കാണുന്നത്. ഈ പുതിയ ഗവർണർ വന്നതിന് ശേഷം ഒരു സമീപനത്തിൽ ഒരു മാറ്റം പ്രകടമായിട്ടുണ്ടോ? അത് ആരിഫ് മുഹമ്മദ് ഖാൻ അല്ലല്ലോ. അദ്ദേഹം പിന്നെ പുതിയ ആളാണ്. പുതിയ ആളെന്ന് പറഞ്ഞാൽ തൻ്റെ എല്ലാ രീതിയിലും പക്വതയാർന്ന ഒരാളാണ്. പക്വതയാർന്ന നിലപാടുകൾ അദ്ദേഹത്തിനുണ്ടാവും, പക്ഷേ നല്ല പക്വതയോടുകൂടി കാര്യങ്ങൾ കാണുന്ന ഒരാളാണ്. കുറച്ച് രാഷ്ട്രീയം ചോദിച്ചോട്ടെ സിയം. നമ്മൾ ബംഗാളിലെയും ത്രിപുരയിലെയും പരാജയത്തിൽ നിന്ന് CPM, കേരളത്തിലെ CPM പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താണ്? അല്ല, പൊതുവിൽ ഇന്ത്യയിലെ പാർട്ടി തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഞങ്ങൾ വിലയിരുത്തിയ കാര്യങ്ങൾ കേരളത്തിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
അതിൻ്റെ ഭാഗമായുള്ള കാര്യങ്ങളല്ലാതെ പ്രത്യേകമായ പഠനം കേരളം നടത്തിയിട്ടില്ല. രാജ്യത്തിൻ്റെ മൊത്തം അനുഭവം വെച്ചുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് പൊതുവിൽ റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ കാണുന്നത് ഇപ്പോൾ ത്രിപുരയിലെ സർക്കാർ വളരെ ജനപക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ച സർക്കാരാണ്. മറ്റ് പരാതികളോ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വലിയ ആക്ഷേപങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് ആക്ഷേപങ്ങൾ എങ്ങനെയൊക്കെ ഉന്നയിക്കാൻ പറ്റുമെന്ന് ഗവേഷണം നടത്തുന്നൊരു കാലം കൂടിയാണല്ലോ. അതിന് വലിയ കാലവ്യത്യാസം വന്നിട്ടില്ല. പക്ഷെ എന്നാലും അവിടെ വലിയ ആക്ഷേപങ്ങളൊന്നും ആ ഘട്ടത്തിലും ഉണ്ടായിരുന്നില്ല. അവിടെ സംഭവിച്ചത് എന്താ, ഒരു പ്രത്യേകമായ ഒരു അജണ്ട തയ്യാറാക്കി. ആ അജണ്ട തയ്യാറാക്കിയതിൻ്റെ ഭാഗമായി രാഷ്ട്രീയമായ വലിയ ഒരു ഇടപെടൽ വന്നു. അങ്ങനെ വന്നപ്പോൾ ആ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുന്ന നിലയാണ് വന്നത്. അതിൽ ജനങ്ങളുടെ ആകെ വികാരമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അവിടുത്തെ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അന്നത്തെ പ്രതിപക്ഷമായിരുന്ന കൂട്ടരെ ഒരു വലിയ തോതിൽ ഏകദേശം പൂർണ്ണമായിട്ട് തന്നെ BJP കറത്തി മാറ്റാൻ കഴിഞ്ഞപ്പോൾ അങ്ങനെയൊരു നിലപാടിലേക്ക് പോയി. പിന്നെ കുറേ കാലമായി തുടർന്നൊരു ഗവൺമെൻറ് എന്നൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ആ മാറ്റം വന്നതോടുകൂടി പിന്നീട് നമ്മൾ കാണുന്നത് സാധാരണ ജനാധിപത്യ വ്യവസ്ഥ തന്നെ ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. ഇവിടങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നൊരു പ്രത്യേകത അതാണ്. ജനാധിപത്യ വ്യവസ്ഥ പ്രകാരം നമ്മൾ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ അവിടെ ആ രീതിയിൽ നടപ്പാകുന്നില്ല, നിലനിൽക്കുന്നില്ല. അങ്ങനത്തെ അവസ്ഥ അവിടെ വന്നു ചേർന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് സംഭവിച്ചത്. കേരളത്തിൽ തുടർഭരണം കിട്ടിയാൽ കേരളത്തിലെ പാർട്ടിക്കും ബംഗാളിലെയും ത്രിപുരയിലെയും പാർട്ടിയുടെ അവസ്ഥയാവുമെന്ന് പറയുന്നവരും ഉണ്ട്. അവരോട് എന്താ പറയുക? കേരളത്തിൽ ഈ സാധാരണ നിലക്ക് ഈ ഭരണത്തിലിരുന്നാലും പ്രതിപക്ഷത്തിരുന്നാലും പാർട്ടിയുടേതായ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തിപ്പോകുന്നൊരു നിലയാണ്. അതിൻ്റെ ഭാഗമായി പല തരത്തിലുള്ള ജനപക്ഷ ഇടപെടലുകൾ നടത്താറുണ്ട്. ഇപ്പോൾ ജനങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടായാൽ അത് ഗവൺമെൻറ് ഉണ്ടായാലും ആ പ്രശ്നത്തോടൊപ്പം നിന്നുകൊണ്ട് അത് പരിഹരിക്കാനാണ് സാധാരണഗതിയിൽ പാർട്ടി ശ്രമിക്കുക. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഏത് പക്ഷത്തിരുന്നാലും, ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും തുറന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ പാർട്ടിയുമായി ഒരു അകൽച്ച സാധാരണഗതിയിൽ ജനങ്ങൾക്കുണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. ഗവൺമെൻറ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ നടന്നില്ല എന്ന് വരും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, റാങ്ക് ലിസ്റ്റ് 400 ആളുണ്ട്, 100 ആൾക്കേ ജോലിയുള്ളൂ, 300 ആൾക്ക് തൊഴിലില്ല. 300 ആൾക്ക് തൊഴിലില്ലാത്തത് ഗവൺമെൻറ് കാരനാണെന്ന് വേണമെങ്കിൽ പറയാമല്ലോ. കാരണം 400 ആൾക്ക് തൊഴിൽ കൊടുത്തുകൂടെ? അങ്ങനെ 400 ആൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുമോ? 100 ആൾക്കല്ലേ ഒഴിവുള്ളൂ, 100 ആൾക്കല്ലേ തൊഴിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ 300 ആളെ തെറ്റിദ്ധരിപ്പിച്ച് ഗവൺമെൻറ്റിനെതിരെയാക്കാനുള്ളൊരു ശ്രമം നടത്തിയേക്കാമല്ലോ. ആ 300-ൽ കേരളത്തിൻ്റെ ഒരു സാമൂഹിക ഘടന വെച്ച് ഒരു 100-ലധികം ആളുകൾ സ്വാഭാവികമായിട്ടും ഞങ്ങളോടൊപ്പം നിൽക്കുന്നവരായിരിക്കുമല്ലോ. അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞാൽ, അപ്പുറം മാറ്റാൻ കഴിഞ്ഞാൽ തൽക്കാലം ഒരു വിരോധപരമായ നിലപാടിലേക്ക് എത്തിക്കാൻ പറ്റുമല്ലോ. ഇതൊക്കെയാണ് ഈ ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്നില്ല, അതിൻ്റെ ഭാഗമായിട്ട് വന്നു ചേരുന്ന കാര്യം. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ നാട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ത്രാണിയുള്ളവരാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ പ്രക്ഷോഭമൊക്കെ നടത്തും. പക്ഷേ എന്താണ് യഥാർത്ഥ വസ്തുതകൾ എന്നവർ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിലപാടുകൾ എടുക്കുന്നുണ്ട്. എന്താണ് പ്രത്യേകത? CM-ന്റെ വിമർശകർ സ്ഥിരം പറയുന്നൊരു കാര്യം, സാധാരണഗതിയിൽ പാർട്ടി ഗവൺമെൻറ്റിനെ കറക്റ്റ് ചെയ്യും, നിയന്ത്രിക്കും. പക്ഷേ CM തന്നെയാണ് ഗവൺമെൻറ്റിലും പാർട്ടിയിലും ടോപ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ്റിനെ പാർട്ടി കറക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് വിമർശകർ പറയുന്നത്. കറക്റ്റ് ചെയ്യേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി കറക്റ്റ് ചെയ്യുമല്ലോ. അതിന് അതൊരു പ്രശ്നമല്ല. പാർട്ടിക്കകത്ത് ഞങ്ങളെ ഒരു രീതി വെച്ചിട്ട് പാർട്ടിക്ക് അതീതനായിട്ട് ആരുമില്ല, എല്ലാവരും പാർട്ടിക്ക് വിധേയരാണ്. അപ്പോൾ പാർട്ടി മൊത്തത്തിൽ ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ എന്തെങ്കിലും പരിഹരിക്കാനുണ്ടെങ്കിൽ അത് പരിഹരിച്ച് പോവുക തന്നെ ചെയ്യും. അതിനൊരു തടസ്സവും പ്രയാസവും ഞങ്ങളെ പാർട്ടിക്കകത്തില്ല.
അതാണ് നില. പാർട്ടിയാണ് പിണറായിയാണ് പാർട്ടി എന്ന് അതൊക്കെ പലതും ചാർത്തി തരുന്ന കൂട്ടത്തിൽ ചാർത്തുന്ന കാര്യം മാത്രമാണ്. ഞാൻ എല്ലാ കാലത്തും ഒരു പാർട്ടിയുടെ ഏകദേശം ഒരു വളണ്ടിയർ പോലെയാണ്. പാർട്ടി എന്താണോ പറയുന്നത് അതനുസരിച്ച് നിൽക്കുക എന്നുള്ളൊരു നിലപാടാണ് എപ്പോഴും സ്വീകരിക്കാറുള്ളത്. മുസ്ലിം സമുദായവുമായിട്ടൊരു ജൈവിക ബന്ധമുള്ള ഒരാളാണ് താങ്കൾ. പക്ഷേ ഈ ഇടയായിട്ട് ഈ BJPയുമായിട്ട് കൂടുതൽ അടുക്കുന്നു, പോലീസിൽ സംഘീവൽക്കരണം നടക്കുന്നു എന്നുള്ള നെറേറ്റീവൊക്കെ മുസ്ലിം സമുദായത്തിനിടയിൽ കുറച്ചു പേർക്കിടയിലെങ്കിലും അതങ്ങനെ ഒരു വിശ്വാസം വന്നിട്ടുണ്ട്. ഇതൊരു വലിയ പ്രതിസന്ധിയാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അതിനെ എങ്ങനെയാണ് മറികടക്കാൻ ഉദ്ദേശിക്കുന്നത്? പാർട്ടിക്ക് വലിയ പ്രതിസന്ധി ഒന്നും അതുകൊണ്ടുണ്ടാവില്ല. ഇതൊക്കെ ചില പ്രചരണങ്ങൾ മാത്രമാണ്. വിശ്വസിക്കുന്ന ഒരുപാട് പേരില്ലേ? അല്ല, ഞാൻ പറയാം, യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടപെടലാണ് ആദ്യമേ തൊട്ടുണ്ടാകുന്നത്. കേരളത്തിൽ ആദ്യഘട്ടത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ വല്ലാത്ത ഒരു വിപ്രതിപത്തി ഞങ്ങളോട് കാണിക്കുന്ന നിലയുണ്ടായിരുന്നു. ഇപ്പോഴല്ല ഞാൻ പറയുന്നത്, കുറച്ച് കാലം മുമ്പ്. അതിൻ്റെ ആ കാര്യത്തിൽ പിന്നീട് വലിയ മാറ്റം വന്ന് ഞങ്ങളുമായിട്ട് നല്ല ബന്ധത്തിലാകുന്ന സ്ഥിതി പൊതുവിൽ വന്നു. എല്ലാ വിഭാഗങ്ങളുമായും ഞങ്ങളും നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യുന്ന നില വന്നു. അതിൻ്റെ അപകടം എന്ന് ഞാൻ പറയുന്നത് അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലല്ല. ആദ്യം മനസ്സിലാക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയാണ് ഈ അവസ്ഥ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി അന്നൊരു ശ്രമം ആരംഭിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി കഠിനമായ CPIM വിരുദ്ധ നിലപാട് സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അവരുടെ നിലപാട് ഞങ്ങളും തുറന്നു കാണിച്ചു. അവരെ ഞങ്ങളും തുറന്നു കാണിക്കുന്ന നില നല്ലതുപോലെ സ്വീകരിക്കുന്ന നിലയുണ്ടായി. അത് മുസ്ലിം വിഭാഗത്തിൽ വലിയ തോതിൽ സ്വാധീനമൊന്നും ചെലുത്തിയില്ല. പക്ഷേ അവർ ഇത് കണ്ടുകൊണ്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് സ്വാധീനം ചെലുത്തിയില്ല എന്ന് കണ്ടപ്പോൾ പിന്നീട് അവർ നേരത്തെ സ്വീകരിച്ചിരുന്ന നില ചില സ്ഥാനാർത്ഥികളെ നോക്കി പിന്തുണ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു നിലപാടായിരുന്നു. പിന്നെ അവർ രാഷ്ട്രീയ പാർട്ടിയൊക്കെ പൊതുവിൽ പ്രഖ്യാപിക്കുന്ന നില വന്നല്ലോ. സ്ഥാനാർത്ഥികളെ നോക്കി പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു നില നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. പൊന്നാനിയിൽ ഒരു തവണ നമ്മുടെ MP ഗംഗാധരനും TK ഹംസയും മത്സരിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ MP ഗംഗാധരനായിരുന്നു ഇവരുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ. അതാണ് അവരുടെ രീതി. അങ്ങനെ ഒരു നിലയാണ് അവർ ആ കാലത്തൊക്കെ സ്വീകരിച്ചിരുന്നത്. ഇത് ജമാഅത്തെ ഇസ്ലാമിയെ പൊതുവിൽ മുസ്ലിം സമൂഹം വലിയ തോതിൽ സ്വീകരിക്കുന്ന നിലയില്ല. മുസ്ലിം സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം സുന്നി വിഭാഗമാണ്. ആ സുന്നി വിഭാഗത്തിൽ ഇവരെക്കുറിച്ച് ഒരു തരത്തിലുള്ള യോജിപ്പുമില്ലാത്ത നിലയാണ്. കാരണം ഇവർ അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നവരാണ്. ജനാധിപത്യ പ്രക്രിയയിലല്ല അവർ നിൽക്കുന്നത്. ജനാധിപത്യ പ്രക്രിയ അനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്നതിനാണ് സുന്നി വിഭാഗം നിൽക്കുന്നത്. ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ UDF കുറച്ച് ദുർബലമാവുകയും UDFന് നല്ല ക്ഷതമേൽക്കുകയും ചെയ്യുമ്പോൾ അതിന് സഹായകരമായി ഞങ്ങൾ കൂടി ചേരാമെന്നുള്ള നിലപാട് അവരെടുത്തു ജമാഅത്തെ ഇസ്ലാമി. സാധാരണ നിലക്ക് അതിന് വിരുദ്ധമായ നിലപാടാണ് കോൺഗ്രസും ലീഗും സ്വീകരിക്കുക. പക്ഷേ കോൺഗ്രസും ലീഗും അവരെ കൂട്ടാൻ തയ്യാറായി, അവരോടൊപ്പം സഹകരിക്കാൻ തയ്യാറായി. ആദ്യത്തെ സഹകരണം പ്രത്യക്ഷത്തിലായിരുന്നില്ല, പരസ്യമായിട്ടല്ല, രഹസ്യമായി ബന്ധം സ്ഥാപിച്ചു. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം പരസ്യബന്ധത്തിലെത്തി, പരസ്യമായിട്ട് ബന്ധത്തിലേക്ക് വന്നു. ആ പരസ്യബന്ധത്തിലൂടെ കാണിക്കുന്നത് എന്താ? ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനാശേഷിയുണ്ട്, അവർക്ക് നല്ല ബുദ്ധിജീവി വിഭാഗമൊക്കെ ഉണ്ട്. ആ ആളുകളെ ആകെ, അത് സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്, അവരെ ആകെ ഈ മുസ്ലിം വിഭാഗത്തിനകത്തേക്ക് പ്രചരണത്തിന് അയക്കുന്ന നിലയുണ്ടായി. അതിലാണ് ഈ പറയുന്ന പ്രചരണമൊക്കെ വന്നത്. CPIM എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, അവർ പിന്നെ RSSനെ സഹായിക്കുന്നവരാണ്, BJPയെ സഹായിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണം.
ഇപ്പോഴത്തെ കാലം പഴയ കാലമല്ല. പഴയ കാലത്ത് ഇത്തരം ചില പ്രചരണങ്ങളൊക്കെ അപ്പടി ഈ സമൂഹം അങ്ങ് സ്വീകരിച്ചു എന്ന് വരും. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗവും കാര്യങ്ങൾ വേർതിരിച്ചറിയാൻ ശേഷിയുള്ളവരാണ്. ഈ പറയുന്ന പ്രചരണവും കൊണ്ടൊന്നും ഞങ്ങളെ വല്ലാതെ തകർത്ത് കളയാമെന്ന് അവർ വ്യാമോഹിക്കേണ്ടതില്ല എന്നാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. ഞങ്ങൾ കുറേ കൂടി കാര്യങ്ങൾ ഈ സമൂഹത്തിനടുത്ത് എത്തിക്കേണ്ടതായിട്ട് വരും. അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ആ കടമകൾ നിർവഹിച്ചുകൊണ്ട് തന്നെ പോവുകയാണ്. മുസ്ലിം വിഭാഗത്തെ ന്യൂനപക്ഷം എന്ന നിലക്ക് എടുത്താൽ ആ ന്യൂനപക്ഷ താല്പര്യത്തോടൊപ്പം എല്ലാ ഘട്ടത്തിലും നിന്നിട്ടുള്ളത് CPM ആണെന്ന് അവർ കാണുന്നത് തന്നെയുണ്ട്. മാത്രമല്ല RSSുമായി ഞങ്ങൾ സഹകരിക്കുന്നു എന്ന് പറയുമ്പോൾ RSSൻ്റെ കൊലക്കത്തിക്കരിയായി ഏറ്റവും കൂടുതൽ രക്തസാക്ഷികൾ കേരളത്തിലാണ് ഉണ്ടായിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. അതിപ്പോഴും അതേ രീതിയിൽ തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നൊരു പ്രസ്ഥാനമാണ് CPIM. അതൊന്നും ഞങ്ങൾ യേശില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഈ ഒരേ സമയം RSSന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ഏറ്റവും വലിയ ശത്രു പിണറായി വിജയനാണ്. അതെങ്ങനെ സാധിക്കുന്നു? അത് മതനിരപേക്ഷതയുടെ വക്താവായതുകൊണ്ട് മാത്രമാണ്. മതനിരപേക്ഷതയുടെ വക്താവായാൽ നിങ്ങൾ വർഗീയതയുടെ എതിരാളിയായിട്ട് മാറും. ആ വർഗീയത ഏത് വർഗീയതയാകാം, അതാണ് അതിൻ്റെ അവസ്ഥ. അത്രയേ കണ്ടുള്ളൂ. ന്യൂനപക്ഷങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ മുസ്ലിം വിഭാഗം പറഞ്ഞു, അതേപോലെ ക്രിസ്ത്യൻ വിഭാഗത്തിനിടയ്ക്ക് മുൻപ് ക്രിസ്ത്യൻ വിഭാഗം ആദ്യം UDFനോടൊപ്പം ഉണ്ടായിരുന്നു, കുറച്ചൊക്കെ LDFിലേക്ക് വരികയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഒരു N മാസമായിട്ട് BJPയിലേക്ക് ആകൃഷ്ടരാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അങ്ങനെ ഒരു കാര്യം ഇതെന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് തടയിടേണ്ടതെന്ന് ആ ആപത്ത് ശരിയായ രീതിയിൽ തിരിച്ചറിയാൻ ന്യൂനപക്ഷ വിഭാഗം എന്ന നിലക്ക് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന് കഴിയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നതും രാജ്യത്ത് സംഭവിക്കുന്നതും അറിയാത്തവരോ മനസ്സിലാക്കാത്തവരോ അല്ല ക്രൈസ്തവ വിഭാഗം. പക്ഷേ വർഗീയത ഏത് വഴിയും സ്വീകരിക്കും. അതിലൊരു വഴിയാണ് ഈ ക്രൈസ്തവ വിഭാഗത്തിലെ ഒരു കൂട്ടരെ സ്വാധീനിച്ചുകൊണ്ട് ഒരു പ്രത്യേക വർഗീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നീങ്ങുക എന്നുള്ളത്. വർഗീയതയുടെ പല രൂപങ്ങളുണ്ട്. ആ രൂപത്തിൽ ഒന്ന് ഇപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിൽ RSS സ്വാധീനത്തോടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പ്രത്യേക സംഘടനാ രൂപവും ഇപ്പം നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വലിയ വേട്ട നടക്കുമ്പോൾ ന്യൂനപക്ഷങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ട ഘട്ടമാണ്, അല്ലെങ്കിൽ മതനിരപേക്ഷതയുടെ ഭാഗമായുള്ളവരെല്ലാം ഒന്നിച്ചു നിൽക്കേണ്ട ഘട്ടമാണ്. പക്ഷേ ഇവിടെ ന്യൂനപക്ഷങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്ത് ഈ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗത്തെ ഉപയോഗിക്കാൻ RSS ശ്രമിക്കുന്നുണ്ട്. അതിൻ്റേതായ വലിയ പ്രചരണവും കേരളത്തിൽ നടക്കുന്നുണ്ട്. എല്ലാ സഹായവും അവർക്ക് ലഭ്യമാകുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. അത് തിരിച്ചറിയാൻ നമ്മുടെ ക്രൈസ്തവ മേധാവികൾക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അവർ തിരിച്ചറിയുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആ ആപത്ത് ശരിയായ രീതിയിൽ തിരിച്ചറിയാൻ പറ്റണം. ഇവിടെ നമുക്ക് ആവശ്യം മതനിരപേക്ഷത കൃത്യമായി സംരക്ഷിച്ചു പോകലാണ്. മതനിരപേക്ഷത സംരക്ഷിക്കണമെങ്കിൽ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കാനാവണം. എല്ലാ വർഗീയതയെയും തള്ളിപ്പറയാനാവണം. ഒരു വർഗീയതയുടെയും ഭാഗമായി മാറരുത്. നിർഭാഗ്യവശാൽ ഇത്തരമൊരു വർഗീയ സ്വാധീനം ഒരു വലിയ വിഭാഗമൊന്നും അതിലില്ല, വളരെ ചെറിയ വിഭാഗമാണ്. ആ വളരെ ചെറിയൊരു വിഭാഗത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് കാണേണ്ടതായിട്ടുണ്ട്. ചില ബിഷപ്പുമാരും അതിനെ അറിഞ്ഞോ അറിയാതെയോ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ വളരെ ഒറ്റപ്പെട്ടതാണത്. വളരെ കൂടുതലായിട്ടില്ല. അതിനോടൊപ്പം അതൊക്കെ ചില താല്പര്യങ്ങൾ വെച്ചുകൊണ്ടുള്ളതാണ്. ഈ RSS എന്ന് പറയുമ്പോൾ BJP ഗവൺമെൻറ് കൂടിയാണല്ലോ. അതെല്ലാം വെച്ചുകൊണ്ടുള്ള ചില താല്പര്യത്തിൻ്റെ ഭാഗമായി ചിലരുടെ പരാമർശങ്ങൾ വരുന്നതായിട്ട് കാണാം. ED ഉൾപ്പെടെയുള്ള ഏജൻസീസും. അതെ, എല്ലാവരും. 2016 ആദ്യമായിട്ട് കേരളത്തിൽ ഒരു BJP MLA വരുന്നത്. ആ സമയത്ത് താങ്കൾ തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഈ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് പറഞ്ഞ് പൂട്ടി. പക്ഷേ ഈ അക്കൗണ്ട് പൂട്ടിയെങ്കിൽ വേറൊരു അക്കൗണ്ട് അവർ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഇത് ആദ്യമായിട്ടൊരു MP വരുന്നു. BJPയുടെ ഒരു ഗ്രോത്ത് എങ്ങനെയാണ്, BJPയുടെ കേരളത്തിലെ വളർച്ച അത് എങ്ങനെയാണ്, ഇടതുപക്ഷത്തെ പിന്നെ കേരളത്തിനെ പൊതുവിലും എങ്ങനെയാണ് ബാധിക്കുക?
BJPക്ക് കേരളത്തിൽ വലിയ വളർച്ചയുണ്ടെന്ന് പറയാനാവില്ല. പക്ഷേ BJPയെക്കുറിച്ച് നമ്മൾ കാണേണ്ടത് BJPയുടെ അടിസ്ഥാനം RSS ആണ്. ഇന്ത്യയിൽ RSSന് ഏറ്റവും നല്ല സംഘടന നേരത്തെയുള്ള സ്ഥലമാണ് കേരളം. നമ്മുടെ സംസ്ഥാനത്ത് നല്ല സംഘടനാ ശേഷിയാണ് RSS ആർജിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായുള്ള ഇടപെടൽ അഖിലേന്ത്യാ അടിസ്ഥാനം തന്നെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നോക്കിയാലും RSS പ്രചാരകരായിട്ട് പോയിട്ടുള്ള ആളുകൾ കേരളത്തിലുള്ളവരാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ കേരളത്തിലെ RSSൻ്റെ ശേഷി നമ്മൾ ചുരുക്കി കാണേണ്ടതില്ല എന്നാണ് ഞാൻ പറയുന്നത്. നല്ല ശേഷി അവർക്കുണ്ട്. പക്ഷേ അവർക്ക് അത് ആ തരത്തിൽ രാഷ്ട്രീയമായി ഇവിടെ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം അവർ തിരിച്ചറിയുന്നുണ്ട്. അത് ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം തന്നെയാണ്. അതുകൊണ്ടാണ് അവർ ഇടതുപക്ഷത്തിന് നേരെ നല്ലതുപോലെ ആഞ്ഞടിച്ച് നോക്കുന്നത്. ഇവിടെ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞ ഘട്ടത്തിലൊക്കെ അവർ തെരഞ്ഞെടുപ്പ് രംഗത്ത് ചില പുതിയ അടവുകൾ സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. അതിൽ MLA സ്ഥാനം ലഭിക്കുന്നതിനിടയാക്കിയത് ഇവിടുത്തെ ചില ദൗർബല്യങ്ങളായിരുന്നു, ആ മേഖലയിലുണ്ടായ ദൗർബല്യങ്ങൾ. അപ്പോൾ അതിൽ കോൺഗ്രസ് വോട്ടിന് വന്ന ചോർച്ചയെല്ലാം ആ ഘട്ടത്തിൽ തന്നെ വ്യക്തമാണ്. അതേ കാര്യമാണ് തൃശ്ശൂരിലും സംഭവിച്ചത്. അവർ നല്ല വോട്ട് കോൺഗ്രസ്സിന് ചോർന്നുപോയി, അതപ്പുറത്ത് പോകുന്ന നിലയുണ്ടായി. ഇതാണ് സംഭവിക്കുന്നത്. ഈ സുരേഷ് ഗോപിയുടെ ഒരു വിജയസാധ്യത ഏതെങ്കിലും തരത്തിൽ നമ്മൾ മുൻകൂട്ടി കാണാതിരുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു? ഇത് സുരേഷ് ഗോപിയുടെ വിജയസാധ്യത എന്ന് പറയുന്നത് ഈ വോട്ട് ചോർച്ചയുടെ ഭാഗമായി സംഭവിച്ചതാണല്ലോ. ഇപ്പോൾ LDFൻ്റെ വോട്ട് ഈ ഘട്ടത്തിലും ചോർന്നില്ലല്ലോ. LDFൻ്റെ വോട്ട് കുറച്ച് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞല്ലോ. എന്നാൽ അതേസമയം UDFൻ്റെ വോട്ട് വല്ലാതെ ചോർന്നു പോകുന്ന അവസ്ഥയുണ്ടായല്ലോ. അങ്ങനൊരു ചോർച്ച അവർക്ക് സംഭവിക്കുമെന്ന് ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവരും ഞങ്ങളും തമ്മിലുള്ള വലിയ മത്സരമാണല്ലോ നടക്കുന്നത്. ആ ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. അത് കോൺഗ്രസിൻ്റെ ദൗർബല്യമാണ് അവിടെ പ്രകടമായത്. ഈ ലീഗിന്റെ പല നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ ലീഗിന് LDFൽ വന്നാൽ കൊള്ളാമെന്നുള്ള സൂചനകൾ നമുക്ക് കിട്ടാറുണ്ട്. ലീഗിന് LDFൽ എടുക്കേണ്ട എന്നൊരു തീരുമാനം അങ്ങനെ ഉണ്ടോ? ഇതെല്ലാം പിന്നെ നമ്മൾ ആകാശത്തിൽ കാണുന്ന ചില സ്വപ്നങ്ങൾ മാത്രമാണ്. കാരണം ഈ കേരളത്തിലെ UDF എന്ന് പറഞ്ഞാൽ ഇന്ന് ആരാ? യഥാർത്ഥത്തിൽ അത് ലീഗിൻ്റെ ശക്തിയാണ്. അപ്പോൾ അത്തരം ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു കൂട്ടരെക്കുറിച്ച് വേണ്ടാത്ത ചിന്തകൾ നമ്മളാരും കൊണ്ട് നടക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. CM ഒന്നാം LDF സർക്കാരായിക്കോട്ടെ, രണ്ടാം LDF സർക്കാരായിക്കോട്ടെ, അതിൽ ഒത്തിരി വിദ്യാഭ്യാസം, ആരോഗ്യം, പൊതുഭരണം, ഗതാഗതം തുടങ്ങിയ എല്ലാ മേഖലകളിലും മുന്നോട്ട് പോകുമ്പോൾ പരാമർശിക്കപ്പെടാതെ പോവുക, അല്ലെങ്കിൽ ഗ്രാഫിൽ വളരെ വിമർശിക്കപ്പെടുന്ന ഒരു ഇതാണ് ആഭ്യന്തരം എന്ന് പറയുന്നത്. അപ്പോൾ സർക്കാരിൻ്റേതായിട്ട് ആഭ്യന്തരത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാവുന്ന എന്താണ് നേട്ടങ്ങൾ? ആഭ്യന്തര വകുപ്പിനെ പറ്റിയാണോ പറയുന്നത്? ആഭ്യന്തര വകുപ്പ് നല്ല നിലക്ക് പോവുകയല്ലേ. അതിന് സാധാരണ നിലക്ക് നമ്മുടെ പോലീസ് എന്ന് പറയുന്നത് ജനസൗഹൃദമാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇന്നത്തെ കാലത്ത് ആ രീതിയിലുള്ളൊരു മാറ്റം പോലീസിന് വന്നു ചേർന്നിട്ടുണ്ടല്ലോ. നമ്മുടെ ഏത് ദുരന്തഘട്ടത്തിലും ഇടപെട്ട് ജനങ്ങളോടൊപ്പം സഹായിക്കുന്ന ഒരു സേനയായി പോലീസ് മാറിയല്ലോ. മാത്രമല്ല ഏത് പ്രശ്നങ്ങളിലും ജനങ്ങൾക്ക് സഹായകമായ നിലപാട് എടുത്തു പോകുന്നൊരു സേനയായി പോലീസിനെ മാറ്റാൻ കഴിഞ്ഞല്ലോ. വലിയ വലിയ മാറ്റങ്ങൾ പോലീസിൽ പൊതുവെ ഉണ്ടായിട്ടുണ്ട്. ഇതേ ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം ഒരു ഭീകരമായ ഒരു ജാതി വിവേചനത്തെക്കുറിച്ച് 2 ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം വരുന്നത്. അപ്പോൾ നേരിട്ട് നെടുമങ്ങാട് സംഭവം, പെരുവിൽക്കട. അപ്പോൾ ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ നയം എന്താണ്? അല്ലെങ്കിൽ ഇല്ല, അതിന് നയം വ്യക്തമായില്ലേ. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്താൽ എന്താണ് ഉണ്ടാകുക എന്നല്ലേ SIയുടെ സസ്പെൻഷൻ കാണിച്ചത്. അതൊക്കെ സർക്കാരിന് വ്യക്തമായ നിലപാടില്ല. ആ ഒരു ഉദ്യോഗസ്ഥൻ്റെ നിലപാടിനോടൊപ്പമല്ലല്ലോ പോലീസ് നിൽക്കുന്നത്. അതിലെന്താ ഉണ്ടായത്? രാത്രി കൊണ്ടുപോയി ഓഫീസ് സ്റ്റേഷനിൽ വെക്കാൻ പാടില്ല, പിന്നെ തെറ്റായി പെരുമാറാൻ പാടില്ല. ഇതൊക്കെ പോലീസിലെ കൃത്യമായ വ്യവസ്ഥകളാണിപ്പോൾ. അതിൽ ലംഘനം ഉണ്ടായാൽ അതിനെപ്പറ്റി നടപടി ഉണ്ടാകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നില.
എല്ലാ കാര്യത്തിലും അതേ നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത്. ഇതിനോട് തന്നെ ചേർത്ത് വായിക്കുകയാണെങ്കിൽ ആ പരാതിക്കാരി പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ പരാതിയായിട്ട് മുഖ്യമന്ത്രിയെ കാണാൻ CMOയുടെ ഓഫീസിലേക്ക് ചെന്നു. പക്ഷേ അവിടെ നിന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായ മറുപടി എന്ന് പറയുന്നത്, അതായത് കേസ് പോലീസ് നോക്കിക്കോളും, ബാക്കിയുള്ളത് കോടതിയിലാണ് എന്ന് പറയുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് PSC നിയമനത്തിലുള്ള ഉദ്യോഗാർത്ഥികളും പറഞ്ഞത് മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ എത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന അല്ലെങ്കിൽ ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന സമീപനങ്ങൾ സർക്കാരിന് അല്ല, ആ പരാതിക്കാരിക്ക് കേസിനെ പറ്റിയായിരുന്നു ചില പ്രശ്നങ്ങൾ. കേസിൻ്റെ കാര്യത്തിൽ കേസ് പോലീസ് കൈകാര്യം ചെയ്യാണല്ലോ ചെയ്യുക. പോലീസിനെ കുറിച്ചുള്ള പരാതിയുടെ കാര്യത്തിൽ എന്താണെന്നുള്ളത് നടപടിയെടുക്കാം എന്ന് ബന്ധപ്പെട്ട ആൾ അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്, അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നോക്കിക്കോളാം. കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇവിടെ നിന്നല്ല നിർദ്ദേശിക്കേണ്ടത്, അത് പോലീസ് നോക്കിക്കോളും കാര്യങ്ങൾ. പോലീസല്ലേ കേസ് നോക്കുക, അതങ്ങനെയല്ലേ വരൂ. അതേ നടപടിയിലെടുക്കാൻ പറ്റും. ആർക്കും ജനങ്ങൾക്ക് ചെന്ന് തട്ടാവുന്ന ഇത്തരം വാതിലുകളിൽ ഇങ്ങനെയുള്ള ചിലരുടെ സമീപനം എല്ലാ സമീപനം ശരിയായ സമീപനമാണല്ലോ ഇത്. ആ സമീപനം ശരിയായ സമീപനം, പക്ഷേ അവർ പിന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ പോയി പറയുകയാണല്ലോ ചെയ്തത്. ആ പറഞ്ഞത് അതേ രീതിയിലല്ലല്ലോ, അതല്ലേ ഉണ്ടായത്. CM ഈ വഖഫ് നിയമത്തിനെ കുറിച്ച് നമ്മളിപ്പോൾ കക്ഷി ചേരാൻ തീരുമാനിച്ചു. അതിന് നമ്മളുടെ ഒരു അപ്രോച്ച് എന്തായി? അല്ല, വഖഫ് നിയമം എന്ന് പറയുന്നത് ഒരു മതവിഭാഗത്തെ ബാധിക്കുന്നൊരു പ്രശ്നമാണല്ലോ. അതിനകത്ത് തെറ്റായ ചില വ്യവസ്ഥകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിനെതിരെയാണ് നിലപാട്. അത് ശരിയല്ല എന്ന നിലപാട് തന്നെയാണ് സർക്കാരിനുള്ളത്. ഈ പ്രതിപക്ഷ നേതാവ് പറയുന്നത് CM വിചാരിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ 10 മിനിറ്റിനുള്ളിൽ മുൻപം പ്രശ്നം പരിഹരിക്കാം. അല്ല, അതൊക്കെ ഒരു വെറും വാക്ക് മാത്രമാണ്. കാരണം മുൻപം പ്രശ്നമെന്ന് പറയുന്നത് സാധാരണഗതിയിൽ എങ്ങനെ പരിഹരിക്കണമെന്നത് കണ്ടെത്താനാണല്ലോ നമ്മൾ കമ്മീഷനെ വെച്ചിട്ടുള്ളത്. അതും പ്രഗത്ഭനായ CNRനെ പോലുള്ള CN രാമേന്ദ്രൻ നായരെ പോലുള്ള ഒരു ജസ്റ്റിസിനെയാണല്ലോ, റിട്ടയർഡ് ജസ്റ്റിസിനെയാണല്ലോ നമ്മൾ വെച്ചിട്ടുള്ളത്. അതിൻ്റെ നിർദ്ദേശങ്ങൾ വന്നതിന് ശേഷമാണ് നമ്മൾ നടപടികൾ ആരംഭിക്കേണ്ടത്. അത് ആ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. നല്ല നിർദ്ദേശങ്ങൾ ചിലപ്പോൾ അദ്ദേഹത്തിന് സമർപ്പിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കുക. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ സർക്കാർ തുടരുകയും ചെയ്യും. ഒരു സമീപനം അതിലാദ്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതവിടെ താമസിക്കുന്ന ആളുകളുണ്ട്, അവരുടെ കൂടെയാണ് സർക്കാർ. പക്ഷേ ആ കൂടെയാണെന്ന് പറയുമ്പോൾ നിയമപ്രകാരം അതെങ്ങനെ ബാധിക്കും, എങ്ങനെയാണ് ഇടപെടാൻ പറ്റുക, ആ കാര്യത്തിലാണ് കമ്മീഷൻ്റെ സഹായം നമുക്ക് വേണ്ടത്. നോക്കാം. റിപ്പോർട്ട് എന്നത്തേക്ക് വേഗം കിട്ടുമെന്നാണ് തോന്നുന്നത്, വലിയ താമസം വരില്ല എന്നാണ് തോന്നുന്നത്. നേരത്തെ ഇവിടെ ചോദിച്ച ചോദ്യത്തിൻ്റെ വേറൊരു ആംഗിൾ ചോദിക്കട്ടെ. ഇടയ്ക്ക് CM തന്നെ പറഞ്ഞതാണ് പോലീസിനകത്ത് ഇപ്പോഴും പാർട്ടിയുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ പുറത്ത് ഗവൺമെന്റിന്റെ ഒരു നയം മനസ്സിലാകാത്ത ഒരു വിഭാഗം ഇപ്പോഴും പോലീസിലുണ്ട്. കുറച്ചൊരു പോലീസായാലും സർവീസ് മേഖലയാകെയായാലും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമല്ലേ. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗം പിന്നെ അപ്പുറത്തിരിക്കുകയല്ലേ. അപ്പോൾ അതിനകത്ത് എല്ലാവരും കാണുമല്ലോ. നമ്മൾ കാണേണ്ടത് ഇപ്പോൾ സർവീസ് മേഖല പോലീസ് അടക്കം വെച്ചോ നിങ്ങൾ. ആ സർവീസ് മേഖലയിലുള്ള എല്ലാവരും അത് ലക്ഷക്കണക്കിന് ആളുകളല്ലേ. ഇപ്പോൾ സമൂഹത്തിനൊരു പരിച്ഛേദമായിട്ടല്ലേ വരുന്നത്. എല്ലാ വിഭാഗക്കാരും അതിലുണ്ടാവും. അതിനകത്ത് പിന്നെ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി എന്ന നിലക്ക് പിന്നെ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ അനുകൂലിക്കുന്നവരുണ്ടാവും, പ്രതികൂലിക്കുന്നവരുണ്ടാവും, ഭയങ്കരമായിട്ട് ആക്ഷേപിക്കുന്നവരുണ്ടാവും, വല്ലാതെ അധിക്ഷേപിക്കാൻ തയ്യാറാകുന്നവരുണ്ടാവും. അതെല്ലാം ഉണ്ടാവില്ലേ. പക്ഷേ അവരെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ലേ. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഒരു രീതി അതല്ലേ. ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകത അതാണല്ലോ. അവരൊക്കെയാണല്ലോ ഗവൺമെൻറ്റിൻ്റെ വക്താക്കളായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് മാറിപ്പോയാൽ അപ്പോൾ ഗവൺമെൻറ് നടപടികൾ സ്വാഭാവികമായിട്ട് വരും. അതാണ് ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്നത്. അവരുടെ അഭിപ്രായം ഒന്നും മാറ്റാൻ ഗവൺമെൻറ് കഴിയില്ലല്ലോ. അഭിപ്രായം തുടരുമല്ലോ. ഈ പോലീസിന് ഒരു ഫ്രീ ഹാൻഡ് കൊടുത്തത് ഒരു അബദ്ധമായി പോയി എന്ന് പറയുന്ന പാർട്ടിക്കാരുണ്ട്. അതെന്നെ എങ്ങനെയാണ് കാണുന്നത്? പോലീസിന് ഫ്രീ ഹാൻഡ് അല്ല, നിയമപ്രകാരം കാര്യങ്ങൾ നിർവഹിക്കാൻ ഒരു തടസ്സവും പോലീസിനില്ല എന്നുള്ളതാണ്. അത് നല്ല കാര്യമായിട്ടാണ് പൊതുവിൽ കണ്ടിട്ടുള്ളത്. പൊതുവെ പാർട്ടിയുടെ അഭിപ്രായം അത് തന്നെയാണ്. പാർട്ടിയും അത് തന്നെയാണ് കാണുന്നത്. എനിക്കൊന്നും അത് തന്നെ തുടർന്ന് ചോദിച്ചാൽ ഈ മുൻപ് പറഞ്ഞിരുന്ന ഒരു ആക്ഷേപം ഈ സെൽ ഭരണമായിരുന്നു. ഇപ്പോൾ പാർട്ടി ഭരിക്കും, അപ്പോൾ പാർട്ടി പോലീസിനെ ഭരിക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ ഭരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ആക്ഷേപം. അത് അല്ലേ, അതിലൊന്നും പറയാനില്ല.
CM കേന്ദ്ര ഏജൻസിയായ EDനെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്തിട്ടാണ് കഴിഞ്ഞ ദിവസം ഒരു ED ഉദ്യോഗസ്ഥൻ ഉൾപ്പെട്ട് ഒരു വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ആ ഉദ്യോഗസ്ഥന് തന്നെ കൊടകര കുഴൽപ്പണ കേസുമായിട്ട് ബന്ധമുണ്ടെന്ന റിപ്പോർട്ടുകളുണ്ട്. അത് അന്വേഷിച്ച സംഘത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ CMന്റെ പ്രതികരണം? അല്ല, EDയെക്കുറിച്ച് പല പരാതികൾ നേരത്തെ പല വഴിക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. അത് തെറ്റായ രീതിയിൽ ചില ED ഉദ്യോഗസ്ഥർ പെരുമാറുന്നു, ഈ പറയുന്ന ധനസമ്പാദനത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ചില പരാതികൾ ചിലയിടങ്ങളിൽ നിന്നൊക്കെ കേൾക്കാറുണ്ടായിരുന്നു. നമ്മൾ നേരിട്ട് അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ലെങ്കിലും മറ്റ് ചില തെറ്റായ ഇടപെടലുകളെക്കുറിച്ച് നേരിട്ട് കേട്ടിട്ടുണ്ട്. ഇത് വളരെ ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. അത് ഒരു തരത്തിലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് കേന്ദ്ര ഗവൺമെൻറ് ഗൗരവമായി കാണേണ്ടതാണ്. പ്രധാനമന്ത്രി തന്നെ ഗൗരവമായി എടുത്ത് നടപടികളിലേക്ക് നീങ്ങേണ്ടതാണ്. ഉണ്ടായ ഈ പ്രശ്നം ഏതെങ്കിലും തരത്തിൽ ഒരു കെട്ടിച്ചമക്കപ്പെട്ട ഒന്നല്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ സംഭവം ഉണ്ടായപ്പോൾ മാധ്യമങ്ങളിൽ തന്നെ വന്നു, ഒരു ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ ദുരനുഭവം പരസ്യമായിട്ട് പറയുന്ന കാര്യം. അപ്പോൾ ഇതൊക്കെ ഒരു പുനർചിന്തന ഈ സംഘത്തെക്കുറിച്ച് വേണമെന്നുള്ളതാണ് പൊതുവിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുക, പ്രധാനമന്ത്രി തന്നെ ഇടപെട്ട് ഒരു പുനഃസംഘാടനം ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. CM ഈ ഇന്ത്യ മുന്നണിയുടെ ഒരു വിശ്വാസ്യത ഇപ്പം ചിദംബരം തന്നെ പറഞ്ഞു, അത് വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. CMന്റെ ഒരു എങ്ങനെ കാണുന്നത് ഈ നമ്മുടെ BJPക്കെതിരായിട്ട് എല്ലാ രാഷ്ട്രീയ ഒരു ഓപ്പോസിഷൻ പാർട്ടീസിൻ്റെ ഒരു ഇന്ത്യ എന്താ CMന്റെ എങ്ങോട്ടാണ് പോകുന്നത്? അല്ല, ഇന്ത്യ എന്നതൊരു മുന്നണിയായിട്ട് ഞങ്ങൾ കാണുന്നില്ല നേരത്തെ തന്നെ. അതായത് നമ്മുടെ BJPക്കെതിരെയുള്ള ഒരു പൊതുവായ യോജിപ്പ് വളർത്തിയെടുക്കുക, സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള പൊതുവെ ഒരു നീക്കങ്ങൾ ഉണ്ടാവുക, അതാണ് ഞങ്ങൾ നേരത്തെ കണ്ടിരുന്ന കാര്യം. പക്ഷേ പിന്നെ അതൊരു ഇതിപ്പോൾ ഈ പറയുന്ന പോലെ ഒരു പ്രതീതിയിലേക്ക് എത്തി. നമ്മൾ കാണേണ്ടത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കേണ്ട പാർട്ടി കോൺഗ്രസ്സാണ്. കാരണം എല്ലായിടങ്ങളിലും ഉള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ്, വലിയ പാർട്ടിയാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത ഒരു പാർട്ടിയും നേതൃത്വമാണ് ആ കോൺഗ്രസിൻ്റേത് എന്നാണ് ഇതേവരെയുള്ള കാര്യങ്ങളൊക്കെ തെളിയിക്കുന്നത്. ഒരുപാട് അനുഭവങ്ങൾ ഇപ്പം തെരഞ്ഞെടുപ്പിന് രംഗത്തുണ്ട്, തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ട്, വിവിധ പാർട്ടികളോട് സ്വീകരിച്ച സമീപനത്തിലുണ്ട്. അതിലൊക്കെ ഒരു നല്ല അവധാനതയോടെ ഇടപെടാൻ അവർക്ക് കഴിയുന്നില്ല. അതിൻ്റേതായ പ്രശ്നങ്ങൾ നല്ലതുപോലെ ബാധിക്കുന്നുണ്ട്. അത്രയൊക്കെ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടോ എന്നാണ് തോന്നുന്നത്. ഓപ്പോസിഷൻ യൂണിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയൊരു യൂണിറ്റി എന്നല്ല വേണ്ടത്. BJPക്കെതിരെയുള്ള പ്രശ്നങ്ങളിൽ യോജിപ്പെന്നതാണല്ലോ. BJPക്കെതിരെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് യോജിപ്പ് അന്നേരം ഉണ്ടാവും. ആ യോജിപ്പ് സ്വാഭാവികമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും വേണം. പക്ഷേ അതിന് തങ്ങളുടെ നില വലിയ തോതിൽ ഒരു സ്ഥാനം വല്ലാതെ കണക്കാക്കിക്കൊണ്ടുള്ള ഇടപെടലിലൂടെ യോജിപ്പിന് തടസ്സമാക്കി വരുന്ന നില കോൺഗ്രസ് സ്വീകരിക്കുന്നുണ്ട്. അതാണ് ഈ ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിൽ സ്വീകരിച്ച നിലയിൽ കാണാൻ പറ്റുക. മറ്റ് സംസ്ഥാനങ്ങളിൽ സ്വീകരിച്ച നിലയിലും ഇതേ സമീപനം കാണാൻ കഴിയും. എന്നാൽ പല ഇഷ്യൂസിലും കേരളം നേതൃത്വം എടുത്തിട്ട് ഇപ്പം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ് തമിഴ്നാടുമായിട്ട് സഹിച്ച് നമ്മൾ അങ്ങനെ ഒരു മുൻകൈ എടുത്തിട്ട് BJPക്കെതിരെ പല ഇഷ്യൂസിൽ അങ്ങനെ അല്ല, അത്തരം ഇഷ്യൂസിൽ യോജിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രായോഗികമായി മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടുത്തെ ഒരു പ്രശ്നമുണ്ട്. ഇവിടുത്തെ ഒരു പ്രശ്നം, ഏത് കാര്യത്തിന് മുൻകൈ എടുക്കുമ്പോഴും ഇവിടുത്തെ പ്രതിപക്ഷം പ്രധാനം കോൺഗ്രസ് ആണല്ലോ. ആ കോൺഗ്രസ്സിൽ അതിനോട് വിയോജിപ്പുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ മറ്റ് ആൾക്കാരെ ബന്ധപ്പെടാൻ നിൽക്കുമ്പോൾ ആ കാര്യത്തിൽ ചിലപ്പോൾ വിയോജിപ്പുണ്ടായി എന്ന് വരും. അതേസമയം മറ്റേതെങ്കിലും സ്ഥലത്ത് ഇപ്പോൾ സ്റ്റാലിനൊക്കെ മുൻകൈ എടുത്തൊരു യോഗം വിളിച്ചാൽ എല്ലാവരെയും സഹകരിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടുതൽ നടക്കട്ടെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മൾ ചില ഘട്ടത്തിൽ ചിലത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ധനമന്ത്രി വിളിച്ചാലൊരു യോഗം, അതെല്ലാവരും ഡിസ്കസ് ചെയ്ത് വിളിച്ചതായിരുന്നു. അങ്ങനെ ചില കാര്യങ്ങൾ നീക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചിട്ടുണ്ട്.
അതെ 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 അതെ. അത് ഈ രാഷ്ട്രീയ ചോദിച്ചാൽ തുടർച്ചയായിട്ട് തന്നെ ഈ ഇന്ത്യ അലയൻസിന്റെ ഒരു പ്രസക്തി നഷ്ടപ്പെടുമ്പോഴും ദക്ഷിണേന്ത്യയിലെ ഒരു കൂട്ടായ്മ ഫോം ചെയ്യുന്നുണ്ട്, ഒരു സെന്ററിനെതിരായിട്ട്. ദക്ഷിണേന്ത്യ ഒരു എല്ലാ സംസ്ഥാനങ്ങളിലും നല്ല വികാരമുണ്ട് ആ കാര്യത്തിൽ, അത് ശരിയാണ്. കോൺഗ്രസിൽ ശശി തരൂരിനെതിരെ ഒരു പടപ്പുറപ്പാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിച്ചിരുന്നല്ലോ അല്ലേ? എവിടെയാ എത്തുന്നത് നോക്കാം. പക്ഷെ CPM ഇതിനകത്ത് ഡെലിഗേഷനിലെ മെമ്പർ ആണല്ലോ. അതെ അതെ അതെ. അത് നമുക്കത് കുഴപ്പം തോന്നുന്നു. മീൻസ് അല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാട് മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ പറയുന്നത്, ലോകത്തിന് മുന്നിൽ പറയാൻ പോകുന്നതിന് CPM അതിൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ്. അതിന് കേന്ദ്ര സർക്കാരിനെ ശക്തമായി വിമർശിക്കുന്ന ഒരു പാർട്ടിയാണ്. അത് വേറെ. അത് രാജ്യത്തിൻ്റെ നിലപാട് ലോകത്തിനോട് പറയലും രാജ്യത്തിനകത്ത് സ്വീകരിക്കുന്ന നിലപാടിനെ പറ്റി രാജ്യത്തെ ഗവൺമെൻറ്റിനോട് പറയലും രണ്ടും രണ്ടാണ്. രാജ്യത്തിനൊരു നിലപാടുണ്ട്, ആ നിലപാടിനോടൊപ്പമാണ് CPIM. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിച്ച ചില നിലപാടിൽ CPIMന് വിമർശനം ഉണ്ടാകും. ആ വിമർശനം അവിടെ പോയി പറയാനല്ല, അതിവിടെ ഗവൺമെൻറ്റിനോട് പറയാനുള്ളതാണ്. അതാണ് ഞങ്ങൾ അതിൽ കാണുന്നത്. ഈ നയതന്ത്ര രംഗത്ത് ഇത്ര പരിചയമുള്ള ശശി തരൂരിനെ പോലെയുള്ള ആൾക്കാരെ അയക്കണം എന്ന് കേന്ദ്രം പറയുമ്പോൾ അത് പറ്റില്ല എന്നുള്ള ഒരു നിലപാടാണ് കോൺഗ്രസ് എടുത്തത്. അതിനെ എങ്ങനെയാണ്? അതൊക്കെ അവർ തീരുമാനിക്കട്ടെ, ഞാനിപ്പോൾ എന്ത് പറയും. CM, ഈ ചൂരൽമലയിലെ റീഹാബിലിറ്റേഷൻ ഫണ്ടിന്റെ സെൻട്രൽ ഗവൺമെന്റ് ഇപ്പോഴും ഈ ഡിസാസ്റ്റർ ഫണ്ടിൽ നിന്ന് എടുക്കാനാണ് പറയുന്നത്. വ്യക്തമായിട്ടൊരു ഉത്തരം ഇതുവരെ തന്നിട്ടുമില്ല. ഇല്ല. അതെന്താ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? നിന്റെ അല്ല, അത് കൃത്യമായി ഇപ്പം അതിനെപ്പറ്റി ഇവരിങ്ങനെ ആലോചിക്കാറില്ല. കാരണം നമുക്ക് ആ പദ്ധതി നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ നടന്നു പോകേണ്ടതായിട്ടുണ്ട്. അത് നല്ല നിലക്ക് പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ പണി ആരംഭിച്ചു കഴിഞ്ഞു, അതിൻ്റെ കരാർ ഒപ്പിടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങൾ, ഈ ആഴ്ച അതിൻ്റെ പ്രധാനപ്പെട്ട സമയമാണ്. അടുത്ത ആഴ്ചയിൽ തന്നെ നല്ല നിലക്ക് വർക്കങ്ങ് ആരംഭിച്ചു പോകും. ഒരു പ്രയാസവും ഉണ്ടാവില്ല. നമ്മൾ തന്നെ ഫണ്ട് കണ്ടെത്തി ചെയ്യാം. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ അത് പൂർത്തിയാക്കാനാവും. കേന്ദ്ര സഹായത്തിന് ഇനിയും ചോദിക്കാം നമുക്ക്, പക്ഷേ അത് ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. CM, ഈ ക്യാബിനറ്റ് റീഷഫിൾ ഉണ്ടെന്നാണ് വാർത്തകൾ. CMന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഇത് കേന്ദ്ര ക്യാബിനറ്റ് അല്ല, നമ്മളുടെ ചില മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ മുഴുവൻ വാർത്തയായിരുന്നു മന്ത്രിസഭ പുനഃസംഘടനയാണ്. CM ഒഴികെയുള്ള ബാക്കി എല്ലാവരും മാറിയിട്ടുണ്ട്. ഞാനത് അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. CM അറിയാതെ നടത്തിയ ഞാനറിയില്ലത്. CMനെ പറ്റി പൊതുവെ പറയുന്നത് ചിരി വരുമ്പോൾ മാത്രം ചിരിക്കുന്ന, ദേഷ്യം വരുമ്പോൾ അത് പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. എന്നുവെച്ചാൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാരന് വേണ്ട അഭിനയ ചാതുര്യമോ ഡിപ്ലോമസിയോ ഇല്ലാത്ത ഒരാളെന്ന്. ഈ ഒരു ക്യാരക്ടർ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ? പ്രത്യേകിച്ചും ചെറുപ്പകാലത്തും ഇതേ സ്വഭാവം തന്നെയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ വരെ എത്തിയല്ലോ. അതിൽ തന്നെ ചോദിക്കാതെ എനിക്ക് തോന്നുന്നു ഏറ്റവും നമ്മൾ ഒരു രാഷ്ട്രീയക്കാരൻ ഒരിക്കലും പറയില്ല എന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഇപ്പോൾ മതമേലധ്യക്ഷന്മാരാണെങ്കിലും അല്ലെങ്കിൽ ചില വിഷയത്തിൽ ഇപ്പോൾ ബോഡി വേസ്റ്റ് മാതിരിയുള്ള പ്രയോഗങ്ങൾ, ഇതൊക്കെ ഏതെങ്കിലും രീതിയിൽ പൊളിറ്റിക്കലി ഒരു ബാക്ക്ലാഷ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നൊന്നും ഇത് പറയുമ്പോൾ അങ്ങനെ തോന്നാറൊന്നുമില്ല. പക്ഷെ അതൊന്നും വലിയ തിരിച്ചടി ഉണ്ടാക്കിയില്ലല്ലോ. പൊതുസമൂഹത്തിന് അറിയാലോ, നമ്മളൊരു വേറെ ദുരുദ്ദേശത്തോടെ പറയല്ല. നിങ്ങൾ ദുരുദ്ദേശത്തോടെ കാര്യങ്ങൾ കാണുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് അതിനകത്ത് മറ്റ് തിരിച്ചടികൾ വരിക. നമ്മൾ കണ്ട കാര്യം പറയുന്നു എന്നുള്ളത്. പിണറായിയിൽ തുടങ്ങി പിണറായിയിൽ അവസാനിക്കും കേരളത്തിലെ കമ്മ്യൂണിസം എന്ന് പറയുന്ന വിമർശകരോട് എന്താ മറുപടി പറയുക? അതെല്ലാം ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹങ്ങൾ പലതും ചിലപ്പോൾ മനസ്സിൽ വെക്കാതെ ഇങ്ങനെ പുറത്ത് പറഞ്ഞു വരും. അതിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. പക്ഷേ പാർട്ടിയുടെ കാര്യത്തിൽ ഒരു ക്ഷീണവും ഉണ്ടാകാൻ പോകുന്നില്ല. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. CMന് നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനായിട്ടുള്ള സാഹോദര്യ ബന്ധത്തെക്കുറിച്ച് വ്യക്തമായിട്ട് മാധ്യമങ്ങളിൽ എല്ലായിടത്തും ഇതുള്ളതാണ്. അപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ അറ്റകുറ്റപ്പണി നടത്തുന്ന സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശമുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി സ്റ്റാലിനുമായിട്ട് ഇത്രയും ഊഷ്മള സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന എല്ലാവിധ സാഹചര്യങ്ങളും ഒത്തു നിൽക്കുന്ന ഒരവസ്ഥയിൽ പോലും ഒരു പുതിയ ഡാം എന്നുള്ളൊരു സ്വപ്നമായിട്ട് ഇങ്ങനെ നീണ്ടു പോവുക. അതൊക്കെ രണ്ട് സംസ്ഥാനത്തും അതിൻ്റേതായ പ്രശ്നങ്ങൾ കാണുമല്ലോ. നമുക്ക് മുല്ലപ്പെരിയാർ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്ന പോലെ തന്നെ അവിടെയും മുല്ലപ്പെരിയാർ ഒരു പ്രശ്നമാണ്. കണ്ടിട്ടില്ലേ ചില ഘട്ടത്തിൽ ചില ആൾക്കാരൊക്കെ വന്നത്. അപ്പോൾ ഒരു നല്ല അന്തരീക്ഷം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം. അത് നമുക്ക് ഇനിയും ചർച്ച ചെയ്യാവുന്നതാണ്. മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ എന്താണ് നമ്മുടെ ഒരു സ്റ്റാൻഡ്? പുതിയ ഡാമിന് വേണ്ടി അല്ല, പുതിയ ഡാം എന്ന് പറയുന്നത് തമിഴ്നാടിന് വെള്ളം എന്നത് നമ്മൾ പ്രധാനമായിട്ട് കാണുന്നുണ്ട്. ആ വെള്ളം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ ഡാമിനെ പറ്റി
വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സുരക്ഷയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ലോകത്തെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഡാമാണിതെന്ന് കാണണം. അപ്പോൾ അതിൻ്റെതായ ആശങ്ക അതുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാവുമല്ലോ. അതാണ് നമ്മൾ പ്രധാന പ്രശ്നം. അത് പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഇവിടെ പുതിയ ഡാം ഉണ്ടാകലും തമിഴ്നാടിന് വെള്ളം ഉറപ്പ് നൽകലുമാണ്. ഈ ഡാമിൻ്റെ സുരക്ഷ നിലനിർത്തുക എന്ന് പറയുമ്പോൾ ഡാമിൻ്റെ മെയിൻ്റനൻസ് വർക്ക് സ്ഥിരമായിട്ട് നടന്നു പോകേണ്ടതായിട്ടുണ്ട്. ആ മെയിൻ്റനൻസ് വർക്ക് നല്ല നിലക്ക് നടന്നു പോകണം എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരും കാണുന്നത്. കാരണം മെയിൻ്റനൻസ് വർക്ക് നടന്നില്ലെങ്കിൽ അതിന് അപകടം പറ്റില്ലേ. അപ്പോൾ അതേസമയം പുതിയ ഡാമിൻ്റെ നിർദ്ദേശങ്ങളും നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ തീരുമാനിക്കാൻ സുപ്രീം കോടതിയെല്ലാം ഇതിൻ്റെ മധ്യത്തിലുണ്ടല്ലോ, പിന്നെ വിദഗ്ധ സമിതികളുണ്ട്. അതൊക്കെ ആലോചിച്ച് വരട്ടെ. നമുക്ക് ഏതായാലും ഈ ഒരു പൊതു സമീപനത്തിൽ നിൽക്കാം. CM ചോദിക്കാൻ വിട്ടുപോയൊരു കാര്യമാണ്, കഴിഞ്ഞ ഗവൺമെൻറ് അവസാന സമയത്ത് CM അസംബ്ലിയിൽ ഒരു രസകരമായ സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. രമേശ് ചെന്നിത്തല മികച്ച പ്രതിപക്ഷ നേതാവാണ്, കൊണ്ട് അദ്ദേഹം ഇനിയും പ്രതിപക്ഷ നേതാവായി തുടരുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ ഇത് അടുത്ത VD സതീശൻ പ്രതിപക്ഷ നേതാവായി നിൽക്കുകയാണ്. എങ്ങനെയാണ്? അതിൻ്റെ സമയമായില്ല, തെരഞ്ഞെടുപ്പിലേക്ക് പോകാനായിട്ടില്ല, അദ്ദേഹം പറയാം നമുക്ക്. മികച്ച പ്രതിപക്ഷ നേതാവായി അദ്ദേഹം തുടരട്ടെ എന്നാണ്. CM ഫുട്ബോൾ ആരാധകർക്ക് വേണ്ടി ഒരു ചോദ്യം, അർജന്റീനയും മെസ്സിയും വരുമോ? അർജന്റീനയും മെസ്സിയെയും കൊണ്ടുവരാൻ നല്ല ശ്രമം നടക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവർ വരണം എന്നാണല്ലോ. അപ്പോൾ അത് ആഗ്രഹത്തിൽ നിൽക്കാം. CM കഴിഞ്ഞ ദിവസം തപാൽ വോട്ടിനെ കുറിച്ച് ഒരു മുതിർന്ന CPM നേതാവിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായി. അപ്പോൾ അത് ബോധപൂർവ്വം അബോധപൂർവ്വം എന്നുള്ളതല്ല. അപ്പോൾ അത് പിന്നെ അദ്ദേഹം തന്നെ തിരുത്തി പറഞ്ഞല്ലോ, അത് അങ്ങനെയല്ല എന്നുള്ളത്. എന്താണെന്നറിയില്ല. അല്ലാതെ ഇത്തരം പ്രതികരണങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ സർക്കാരിനെയും ഇല്ല, അത് ഇല്ല, ശരിയല്ലാത്തൊരു പ്രതികരണമാണത്. അങ്ങനെ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, അത് അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തീർക്കാം ലാസ്റ്റ് ചോദ്യം. ഇലക്ഷൻ വരികയാണ്, സ്വാഭാവികമായിട്ടും ഈ SFIO കേസ് പ്രതിപക്ഷം എടുത്ത് വലുതായി ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. CM അതിനെ എങ്ങനെയാണ്, ഇത് പ്രതിപക്ഷത്തിൻ്റെ ഈ ഒരു ആക്രമണത്തെ എങ്ങനെയാണ് അങ്ങ് നേരിടാനായിട്ട്? ഒരു കാര്യവും അതിലില്ല. അതുകൊണ്ട് യാതൊന്നും സംഭവിക്കാനും പോകുന്നില്ല. അത് ഉപയോഗിക്കുന്നതിന് അത് ക്ഷീണം സംഭവിക്കുന്നു മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കൊരു ക്ഷീണം അതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കാനില്ല. കാരണം ഇക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു കാര്യം ഒരു അന്വേഷണ ഏജൻസിയും കണ്ടെത്തിയിട്ടില്ല. ഇതിൽ എൻ്റെ മകളെന്ന നിലക്ക് അവളൊരു കമ്പനി നടത്തി എന്നുള്ളത് ശരിയാണ്. ആ കമ്പനി നൽകുന്ന സേവനത്തിന് പ്രതിഫലം വാങ്ങിയിരുന്നുള്ളത് ശരിയാണ്. ആ പ്രതിഫലം വാങ്ങി എന്നുള്ളത് ആരെങ്കിലും കണ്ടെത്തിയ കാര്യമല്ല, അവരുടെ റെക്കോർഡിലുള്ളതാണ്. ആ റെക്കോർഡ് അനുസരിച്ചിട്ട് എത്രയാണോ തുക പറ്റിയിട്ടുള്ളത് അതിന് സാധാരണ നിലക്ക് കൊടുക്കേണ്ട നികുതി എന്തൊക്കെയാണോ ആ നികുതിയൊക്കെ കൊടുത്തിട്ടുണ്ടെന്നും പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെയുള്ള കഥകളാണ്. ആ കഥകളും കൊണ്ട് നടക്കുന്നവർ ആ സ്വപ്നമായിട്ട് നടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതിനോടൊപ്പം തന്നെ ഒന്ന് ചോദിച്ചോട്ടെ, കഴിഞ്ഞ കുറേ വർഷമായിട്ട് അടുത്തിടയ്ക്ക് ഒഴിച്ച് പിണറായിയോടൊപ്പം കേൾക്കുന്ന ഒരു പേരാണ് കോടിയേരി. കോടിയേരി എന്ന് പറയുന്നത് പിണറായിയുടെ ഒരു പകുതി ഹൃദയമാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് കോടിയേരി ഇല്ലാത്ത ഒരു ഭരണവും പാർട്ടിയുമാണ്. പിണറായി എന്ന സഖാവ് അതെങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായും അതൊരു വലിയ നഷ്ടമാണ്. അത് ഈ പറഞ്ഞ പോലെ ഒരു ശരീരത്തിൻ്റെ ഭാഗമായി എന്ന് കാണുന്ന തരം സഖാക്കളുണ്ട്. അതിലൊരാളാണ് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ. വലിയ തോതിലുള്ള ആദ്യമേയുള്ള ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ആ ബന്ധം വളരെ പ്രത്യേകതയുള്ളതായിരുന്നു. അത് പരസ്പര ചിന്തയിലടക്കം അത്തരം കാര്യങ്ങൾ സ്വാധീനിക്കാറുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിൻ്റെതായ പ്രയാസങ്ങളുണ്ടാകും. പിന്നെ പ്രയാസങ്ങൾ ഏതുണ്ടായാലും നമ്മൾ അത് പരിഹരിച്ചു പോവുക എന്നുള്ളത് മാത്രമല്ലേ മാർഗമുള്ളൂ. അതാണ് ഇപ്പോൾ നടക്കുന്നത്. KSF സമയം മുതൽ നിങ്ങൾ ഒരുമിച്ചുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ അതെ.